ഗുഡ് മോർണിംഗ് ലിയാന, പത്മാവതി, ജാസ്മിൻ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അനാമിക, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രേഷ്മ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? അനന്തേഷം, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ സിസ്റ്റം. കൺട്രോൾ സിസ്റ്റം നമ്മൾ തുടങ്ങല്ലേ? ജാസ്മിനെ, പത്മാവതി, അനാമിക, രേഷ്മ, അനന്തകൃഷ്ണൻ, അമിത്തു, ലിയാന, സോജ, എല്ലാവരും റെഡിയല്ലേ? നമ്മൾ കൺട്രോൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യല്ലേ? പറഞ്ഞേ എല്ലാവരും ഓക്കെ ആണോ? പറഞ്ഞു തുടങ്ങട്ടെ. തൻസി, ലിയാന, കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? പറയൂ, എല്ലാവരും ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെയാണ്. താങ്ക് യു. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, റെഡി. തൻസീം റെഡിയല്ലേ? എല്ലാവരും ഓക്കെ ആണല്ലേ? അനിത, ക്ലിയർ അല്ലേ? തുടങ്ങുകയല്ലേ നമ്മൾ? അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കൺട്രോൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കൺട്രോൾ സിസ്റ്റത്തിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചാണ്. ആദ്യത്തെ നമ്മുടെ ചാപ്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചാണ്. അവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഈ പറയുന്ന കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ എൻ്റയർ കൺട്രോൾ സിസ്റ്റം ചർച്ച ചെയ്യുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് കൂടെയാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഔട്ട്പുട്ട് ഡിവൈഡർ ബൈ ഇൻപുട്ട് വേർ സിസ്റ്റം ഇൻപുട്ട് ഈസ്, അല്ലെങ്കിൽ സിസ്റ്റം ഈ പറഞ്ഞ ഇനീഷ്യൽ കണ്ടീഷൻ 0 ആണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. എനിവേ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് ഒഴിച്ച് ബാക്കി എല്ലാ പോർഷൻസിലും നമ്മൾ കൺട്രോൾ സിസ്റ്റത്തെ അനലൈസ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് വെച്ചാണ്. അവസാനം വരെ നമ്മുടെ സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ് ഉണ്ടല്ലോ, അത് ഡിഫറൻ്റ് ഒരു അപ്രോച്ചാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എൻ്റയർ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യയുടെ കൂടെ ചേർത്ത് പറയും. എന്താണെന്നറിയോ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോമിലാണുള്ളത്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫാണ്. എന്തുകൊണ്ടാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ഉണ്ട്. നമ്മൾ പക്ഷേ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ യൂസ് ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ എന്താ കാരണം ചോദിച്ചാൽ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വഴിയായിട്ട് ഡയറക്റ്റ് ഒറ്റ ഇക്വേഷനായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. ബ്ലോക്ക് ഡയഗ്രാം ആണെങ്കിൽ 1 by 1 ആയിട്ട് നമ്മൾ സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യം ഇവിടെ വരാറില്ല. ബേസിക് നിയമങ്ങൾ മാത്രമേ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ പഠിക്കുള്ളൂ. പക്ഷേ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫാണ്. എന്തിനു വേണ്ടി? ടു ഫൈൻഡ് ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഒരു സിസ്റ്റത്തിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പഠിച്ചാൽ, രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫാണ്. ഇതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് ടൈം ഡൊമെയിൻ അനാലിസിസ്.
യഥാർത്ഥത്തിൽ കൺട്രോൾ സിസ്റ്റം നമ്മൾ പറഞ്ഞു എല്ലാം ഉള്ളത് ലാപ്ലേസ് ട്രാൻസ്ഫോമിലാണ്. എന്നാൽ നമ്മുടെ ആ ലാപ്ലേസിൽ ട്രാൻസ്ഫോമിലുള്ളതിനെ നമ്മൾ എങ്ങോട്ട് മാറ്റി ടൈം ഡൊമൈനിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ടൈം ഡൊമൈനിലുള്ള ടൈം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള ടിയിലുള്ള ഫങ്ഷൻസ്, ആ ഫങ്ഷനായിട്ട് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തെ മാറ്റിയെടുത്താൽ എങ്ങനെയായിരിക്കും അത് ബിഹേവ് ചെയ്യുന്നത്. കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് പ്രാക്ടിക്കലി മനസ്സിലാക്കാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ടൈം ഡൊമൈൻ അനാലിസിസ്. ഇവിടം വരെ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എൻ്റയർ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. അപ്പോൾ അതാദ്യം നമ്മൾ പഠിക്കും. ഇന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ പറയുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫാണ്. എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞു വന്ന ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷനിലോട്ട് എത്തുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാണ് നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ പഠിച്ച്. മൂന്നാമത് നമ്മൾ പറഞ്ഞു നമ്മളുടെ എൻ്റയർ കൺട്രോൾ സിസ്റ്റത്തെ എങ്ങനെ ടൈം ഡൊമൈനിൽ കാണണം. ടൈം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ, നമ്മളെല്ലാം ടൈമിൽ വെച്ചല്ലേ പറയുന്നത്. ഈ പറഞ്ഞു വന്ന ഇന്നലെ എനിക്കിതായിരുന്നു, മിനിഞ്ഞാന്ന് എനിക്കിതായിരുന്നു, 10 വർഷം മുമ്പ് അങ്ങനെ സംഭവിച്ചു, അതെല്ലാം നമ്മൾ ടൈമിലാണ് പറയുന്നത്, ശരിയല്ലേ? നമ്മൾ ജീവിക്കുന്ന ടൈം ഡൊമൈനിലാണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ലാപ്ലേസ് ഡൊമൈനിലാണ് എൻ്റെ കൺട്രോൾ സിസ്റ്റം ഉള്ളത്. അപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ലാപ്ലേസ് ഡൊമൈനിൽ നിന്ന് മാറി ടൈം ഡൊമൈനിൽ സംസാരിക്കുന്ന സമയമാണ് ടൈം ഡൊമൈൻ അനാലിസിസ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് സ്റ്റെബിലിറ്റിയിലോട്ടാണ്. സ്റ്റെബിലിറ്റിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ സ്റ്റെബിലിറ്റിയിൽ ആദ്യം പറയുന്നത് റൗത്ത് ഹാർവിറ്റ്സും റൂട്ട് ലോക്കസും. അവിടെ നമ്മൾ പഠിക്കുന്ന മെയിനായിട്ട് 2 കാര്യങ്ങളാണ്, റൗത്ത് ഹാർവിറ്റ്സും റൂട്ട് ലോക്കസും. ആ റൂട്ട് ലോക്കസും കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പഠിക്കുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറയണ്ട, അതിലും നല്ലത് ഇങ്ങനെയാണ് എപ്പോഴും പറയാറ്, അതുകൊണ്ട് അങ്ങനെ തന്നെ പറയാം, ഫ്രീക്വൻസി റെസ്പോൺസ്. അതിലാണ് നമുക്ക് എന്ത് പഠിക്കാണെന്നറിയോ? ഈ പറഞ്ഞു വന്ന ബോഡെ പ്ലോട്ട് ഉണ്ട്, പോളാർ പ്ലോട്ട് ഉണ്ട്, നൈക്വസ് പ്ലോട്ട് ഉണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാൽ, നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് ആദ്യം ഇന്ന് പഠിക്കും, നമ്മൾ പഠിച്ചു തുടങ്ങും. രണ്ടാമത് നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് പറഞ്ഞു. അതിനുശേഷം ടൈം ഡൊമൈൻ അനാലിസിസ് നമ്മൾ പഠിക്കും. എന്ന് പറഞ്ഞാൽ ടൈം ഡൊമൈനിൽ കൺട്രോൾ സിസ്റ്റത്തെ എങ്ങനെ നമുക്ക് ഓരോന്നും ഡിഫൈൻ ചെയ്യാവുന്നതല്ല. അതിനുശേഷം സ്റ്റെബിലിറ്റി സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്നതാണ് റൗത്ത് ഹാർവിറ്റ്സ്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു പ്ലോട്ടാണ് റൂട്ട് ലോക്കസ്. ഇതിന് ശേഷം നമ്മൾ 3 പ്ലോട്ടൂടെ പഠിക്കുന്നുണ്ട്. അത് ഏതിലാണ്? ഫ്രീക്വൻസി റെസ്പോൺസ്. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥം എന്നറിയോ? ഒരു സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന സൈനുസോയിഡലായ അതിന് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി തൊട്ട് നമ്മൾ ഔട്ട്പുട്ട് എന്നോ ഇൻപുട്ട് എന്നോ പറയുന്നത് കുറവാണ്. ഇനി തൊട്ട് നമ്മൾ സംസാരിക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എക്സൈറ്റേഷൻ എന്നും, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? റെസ്പോൺസ് എന്ന് പറയും. എല്ലാവർക്കും ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞു വരുന്നത് ഇനിയും തൊട്ട് നമ്മൾ സംസാരിച്ച് വരുമ്പം കൺട്രോൾ സിസ്റ്റം ബേസിൽ സംസാരിക്കുമ്പം ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സൈറ്റേഷനും ഔട്ട്പുട്ട് എന്ന് പറയുന്ന റെസ്പോൺസുമാണ്. അപ്പം ആ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഒരു സൈനുസോയിഡൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ, ഒരു സിസ്റ്റത്തിലോട്ട് കൊടുക്കുമ്പോൾ ആ സിസ്റ്റത്തിൽ വരുന്ന ബിഹേവിയറിലെ ചേഞ്ചുകളെല്ലാം റെസ്പോൺസ്, ഔട്ട്പുട്ട് നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്ത്? ഫ്രീക്വൻസി റെസ്പോൺസ്. അതിൽ വരുന്നത് 3 പ്ലോട്ടുകളാണ് മെയിനായിട്ട്: ബോർഡർ പ്ലോട്ട്, പോളാർ പ്ലോട്ട്, നൈക്വസ് പ്ലോട്ട്. എല്ലാവർക്കും ഓക്കെയാണ്? ഇവിടം വരെ ഓക്കെയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കുന്നത് ഏതാണ്? സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്. ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ പറഞ്ഞു നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചിൽ നിന്ന് മാറിക്കൊണ്ട് വേറൊരു അപ്രോച്ചിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യമാണ് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്. അത് നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ എന്തോടെ പഠിക്കും? കോമ്പൻസേറ്റേഴ്സ്. അതും അറിയേണ്ടതാണ്. അതൊക്കെ ചെറിയ ചാപ്റ്റേഴ്സാണ്. ഇവിടെ വരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് പറഞ്ഞത്. കൺട്രോൾ സിസ്റ്റം, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, ടൈം ഡൊമൈൻ അനാലിസിസ്, സ്റ്റെബിലിറ്റി, ഫ്രീക്വൻസി റെസ്പോൺസ്, സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്, കോമ്പൻസേറ്റർ. ഗേറ്റ് ആയിരുന്നാലും 10 മാർക്കോളം വരുന്നതാണ്. നമ്മുടെ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണെങ്കിലും നമുക്കറിയാം ഒരു പേപ്പറായിട്ട് തന്നെ ഉള്ളതാണ്.
10-12 മാർക്കോളം വരുന്നതാണ്. ഇതിൽ എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആകും എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാവുന്ന കുറച്ച് പോയിന്റുകൾ പറയാം. ഈ പറഞ്ഞ പോർഷനിൽ നിന്ന് 1 or 2 ക്വസ്റ്റ്യൻ, എന്നാൽ ഇവിടുന്ന് നമുക്ക് ഉറപ്പാക്കുന്നുണ്ട് 2 or 3 ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്കൊരു 1 or 2 എന്ന് പറയാൻ പറ്റും. എന്നാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 2 or 3. ഇവിടെ 1 or 2. ഇവിടെ 1 ക്വസ്റ്റ്യൻ വന്നാലായി. ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ തവണയും വരുന്ന ഒരു പോർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫും ഫ്രീക്വൻസി റെസ്പോൺസും കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം പറയാം. പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഈ പേപ്പറിന്, ഏതാണെന്നറിയാം, കൺട്രോൾ സിസ്റ്റത്തിന് നമുക്ക് മാർക്ക് കിട്ടാനും ഒരു തവണ പഠിച്ചാൽ നമുക്ക് മറന്നു കളയാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഇപ്പം നമുക്ക് പല പേപ്പറുകളും അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഇലക്ട്രിക്കാരുടെ ബേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ പവർ ഇലക്ട്രോണിക്സ് നമ്മൾ റിപ്പീറ്റിംഗ് ആയിട്ട് പഠിക്കേണ്ട ഒരു പേപ്പറാണ് ഈ പറഞ്ഞ പവർ ഇലക്ട്രോണിക്സ്. അതേപോലെ തന്നെ നമുക്ക് മെഷീൻസ് ആണെങ്കിലും അവസാന സമയത്ത് പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ട ഒരു പേപ്പറാണ് മെഷീൻസ് ആയാലും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇങ്ങനെയുള്ള പേപ്പറുകൾ, ഉദാഹരണം പറഞ്ഞാൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഈ പറയുന്ന നമ്മുടെ കൺട്രോൾ സിസ്റ്റം, നെറ്റ്വർക്ക്, പിന്നെ ഒരു പ്രത്യേകത പറയാം, ഗേറ്റ് ആയിരുന്നാലും നമ്മുടെ പരീക്ഷകളെല്ലാം ആയിരുന്നാലും ഈ പോർഷനിൽ നിന്ന് മാർക്ക് എല്ലാവരും അടിക്കുന്ന പോർഷനാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വലിയ റാങ്കിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ബേസ് ആയിട്ടൊരു കുറച്ച് പേപ്പറുകൾ ഉണ്ടാവും. എന്നാൽ ചില പേപ്പറുകൾ നമുക്ക് ഉന്നതമായ റാങ്ക് തരും. ഈ ബേസ് പേപ്പറിൽ മാർക്ക് മേടിക്കാതെ ഉന്നതമായ റാങ്ക് അപ്പുറത്ത് പോയി മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹെക്ടിക് ടാസ്ക്. നടക്കില്ല എന്ന് പറയില്ല, കാരണം എല്ലാത്തിനും പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഏറ്റവും എളുപ്പം മാർക്ക് കൂട്ടാവുന്ന, എല്ലാവരും സ്കോർ ചെയ്യുന്ന ഒരു പോർഷനാണ് കൺട്രോൾ സിസ്റ്റം. ഇതൊന്നും ഒരിക്കലും ലീവ് ചെയ്യരുത്. കാരണം ഇത് ഞാനിപ്പോൾ പറഞ്ഞു, ഒരു തവണ നല്ലതുപോലെ പഠിച്ചാൽ, വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പരീക്ഷയുടെ സമയത്ത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. ഏകദേശം ഇതുപോലെ തന്നെയാണ് ഡിജിറ്റൽ. ഇതിൻ്റെ ഡിജിറ്റൽ നമുക്ക് പഠിച്ച അതുപോലെയാണ്, നെറ്റ്വർക്കും അതുപോലെയാണ്, മാത്തമാറ്റിക്സും അതുപോലെ. പക്ഷേ മാത്തമാറ്റിക്സ് ഏറ്റവും അവസാനം പഠിക്കാൻ എല്ലാവരും പറയുള്ളൂ. ഇപ്പം അതെന്താ ചോദിച്ചാൽ, ഈ പറഞ്ഞ നമ്മളുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പം ഗേറ്റ് പോയിന്റ് ഓഫിലൊക്കെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞു വന്ന അവസാനം പഠിക്കുന്ന പേപ്പറാണ് മാത്തമാറ്റിക്സ്. നമ്മൾ ഈ പറഞ്ഞു വന്ന എയ്ഡ് ലെവലിൽ പറയുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് ഇല്ല. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ റാങ്ക് വേണ്ട പേപ്പറുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും അവരവരുടെ കോർ പേപ്പറിലാണ്. ഈ പറഞ്ഞ ഇതിലൊരു 40 മാർക്ക് വരെ, ഏതിൽ മിനിമം ഒരു 40-50 മാർക്ക് വരെ നമുക്ക് ഈ പറഞ്ഞ ബേസ് പേപ്പറിൽ നിന്ന്, കൂടെ തന്നെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റവും വരുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇത്രയും പേപ്പറുകൾ വെച്ചിട്ട് വേണം നമുക്കൊരു ബേസ് ഉണ്ടാക്കാൻ. ഇതിൽ നിന്ന് എക്സ്ട്രാ നമുക്ക് മാർക്ക് വരേണ്ട പോയിന്റുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ മെഷീൻസും പവർ സിസ്റ്റത്തിൽ. അതിലാണ് കൂടുതൽ എക്സ്ട്രാ പോയിന്റ് വരേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കൂടുതൽ എക്സ്ട്രാ മാർക്ക് വരേണ്ടത്. അപ്പോൾ ഓക്കെയാണ്, എല്ലാം പറഞ്ഞു. കൺട്രോൾ സിസ്റ്റത്തിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. പറഞ്ഞ് എല്ലാവർക്കും ഓക്കെ ആണോ? ഫാത്തിമ, ആർദ്ര കേൾക്കുന്നുണ്ടോ? അനിത, സോജ, അമിതു, അനന്തകൃഷ്ണൻ, രേഷ്മ കേൾക്കുന്നുണ്ടോ? അനാമിക, പത്മാവതി, ജാസ്മിനെ പറഞ്ഞ് എല്ലാവരും ഓക്കെ ആണോ? പറയൂ. അശ്വിനെ, തൻസി കേൾക്കുന്നുണ്ടല്ലോ. ജോഹാൻ, ജീവൻ, ബാസിൽ, കരീഷ്മ, ലിയാന, ഫാത്തിമ എല്ലാവരും ഓക്കെ അല്ലേ? പറയൂ. ഇവിടം വരെ ഓക്കെ അല്ലേ എല്ലാവർക്കും? ലിയാനയ്ക്കും ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെയാണ്. അപ്പം നമ്മൾ ഇനിയും പറയുന്നത് എന്താ ചോദിച്ചാൽ, നമ്മളുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ കയറുകയാണ്. നമ്മൾ ആദ്യത്തെ നമ്മുടെ ചാപ്റ്റർ പറഞ്ഞു, ഏതാണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു സിസ്റ്റത്തിൽ
ഒരു ഇൻപുട്ട് കൊടുത്തു, ഒരു ഔട്ട്പുട്ടുണ്ട്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇതിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡർ ബൈ ഇൻപുട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഔട്ട്പുട്ട് ഡിവൈഡർ ബൈ ഇൻപുട്ട് വേർ ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ 0. നമ്മളിപ്പോൾ പറഞ്ഞത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡർ ബൈ ഇൻപുട്ട് വേറെ ഇനീഷ്യൽ കണ്ടീഷൻ ഈസ് ഈക്വൽ ടു 0. ഇത് ഏത് ഔട്ട്പുട്ടും ഇൻപുട്ടും എവിടെ ആയിരിക്കണമെന്നുണ്ട്? ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ട്. ഇവിടെ വരെ ക്ലിയർ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു സിസ്റ്റത്തിൽ t ഗ്രേറ്റർ ദാൻ 0 നമ്മൾ പറഞ്ഞു വരുന്നത് t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷനിലാണ് 0ക്ക് മുന്നേ വരെയുള്ള എന്ന് പറഞ്ഞാൽ അപ് ടു 0 വരെയുള്ളൂ. അവിടെ നിന്ന് ഇൻഫിനിറ്റി -∞ ടു 0യും 0 ടു ഇൻഫിനിറ്റി ഉണ്ട്. ഈ ടൈം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ എൻ്റെയർ കൺട്രോൾ സിസ്റ്റം അല്ലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമ്മൾ പറയുന്നത് എന്താണ്? വേറൊരു തരത്തിൽ പറഞ്ഞാൽ പറയും നമ്മുടെ സിസ്റ്റം ഇനീഷ്യലി റിലാക്സ്ഡ് ആണെന്ന് പറയും. ഇനീഷ്യലി റിലാക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻ 0 ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുള്ളൂ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് അപ്ലൈ ചെയ്യുള്ളൂ. ഇത് ക്ലിയർ ആണേ പറഞ്ഞു വന്നേ. രണ്ടാമത് നമ്മൾ പറഞ്ഞൊരു പോയിന്റ് എന്ന് ചോദിച്ചാൽ ഔട്ട്പുട്ട് ഡിവൈഡർ ബൈ ഇൻപുട്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് ആയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് പോയിന്റുകളാണ് പറഞ്ഞത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഡെഫിനേഷൻ തന്നെ ഔട്ട്പുട്ട് ഡിവൈഡർ ബൈ ഇൻപുട്ടാണ്. ഈ ഔട്ട്പുട്ട് ഡിവൈഡർ ബൈ ഇൻപുട്ട് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഔട്ട്പുട്ടും ഒരു ഇൻപുട്ടും ഉണ്ടാകാൻ പാടുള്ളൂ. ശരിയല്ലേ? അതേപോലെ തന്നെ നമ്മൾ എൻ്റെയർ കൺട്രോൾ സിസ്റ്റം ചർച്ച ചെയ്യുന്നത് പഴയ കാലങ്ങളെല്ലാം അങ്ങ് മറന്നേരും, നമ്മളങ്ങ് തൂത്തു. ഇതിൽ നമ്മൾ പറയുന്നത് ഇനി അങ്ങോട്ട് എനിക്ക് നല്ലതുപോലെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വരുന്നത് പാസ്റ്റ് ഈസ് പാസ്റ്റ്, നമുക്ക് ഇനിയുള്ള കാര്യം നല്ലതുപോലെ ചെയ്തിടാം. ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ഇന്നേ വരെ പഠിച്ചതല്ല നമുക്ക് പറഞ്ഞിടാം, ഒന്നേന്ന് പഠിച്ചു തുടങ്ങിക്കളയാം നല്ലൊരു റാങ്കിന് വേണ്ടി. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ ഇനീഷ്യൽ കണ്ടീഷൻസ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് ഈ നിമിഷം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ ജീവിച്ചു തുടങ്ങുന്നത്. എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? അപ്പോൾ ഈ അപ്രോച്ചാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എല്ലാവർക്കും ഓക്കെ ആണ്? പറഞ്ഞ് ക്ലിയറാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞു വന്ന സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റത്തിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ലിമിറ്റേഷൻസ് കൂടെയാണ്. അതേപോലെ തന്നെ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്താണ്? 0 ആണ്. അല്ലെങ്കിൽ എന്താന്ന് പറയുന്നത് ഇനിഷ്യലി റിലാക്സ്ഡ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ ആണ്? എല്ലാവർക്കും ക്ലിയർ ആണോ? പറഞ്ഞു ഓക്കെ ആണോ? എല്ലാവർക്കും പറയൂ ക്ലിയർ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ റൈറ്റ്. അപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറയോ, ബേസിക് ആയിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം. നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം. യഥാർത്ഥത്തിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഈ ചർച്ച നടത്തിയിട്ടുണ്ട്, എന്നാലും നമുക്കിവിടെ ഒന്ന് ആദ്യം തൊട്ടേ പറഞ്ഞു തുടങ്ങാം. എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം? പറഞ്ഞേ.
എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം? ജാസ്മിനെ, പത്മാവതി, അനാമിക കേൾക്കുന്നുണ്ടോ? രേഷ്മ, അനന്തകൃഷ്ണൻ, അമിതു, സോജ, അനിത, ആർദ്ര പറഞ്ഞ് എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം? അൻസിയ, ലിയാന, കരിഷ്മ, ജീവനെ, ബാസിലെ കേൾക്കുന്നുണ്ടോ? നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തിന് യൂസ് ചെയ്യുന്നു? വേർ വി ആർ യൂസിങ് ദാറ്റ്? എന്തിനാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം? അല്ലെങ്കിൽ എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം? പറഞ്ഞു. എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം? നമ്മൾ എൻജിനീയേഴ്സ് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്? ലാപ്ലേസ് ട്രാൻസ്ഫോം. ക്ലിയർ ആകുന്നുണ്ടോ? യെസ്, മാത്തമാറ്റിക്കൽ ടൂൾ ഫോർ സിംപ്ലിഫിക്കേഷൻ, ടു സിംപ്ലിഫൈ. യെസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോർ സിംപ്ലിഫിക്കേഷൻ നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ടൈം ഡൊമെയിനിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനോ ഇൻ്റഗ്രേഷനോ ഒക്കെ, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ഓർഡർ പോലും നമുക്ക് എങ്ങോട്ട് മാറ്റാൻ പറ്റും? നമുക്ക് നമ്മളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിലോട്ട് മാറ്റാം. അവിടെ ഡി ബൈ ഡി ടി എന്ന് പറയുന്നതിന് പകരം നമ്മൾ ലാപ്ലേസ് ഡൊമെയിൻ എസ് എന്നാണ് പറയുന്നത്. ഇൻ്റഗ്രേഷന് പകരം 1/s എന്നാണ് ലാപ്ലേസ് ഡൊമെയിനിൽ പറയുന്നത്. അങ്ങനെ മാറ്റുമ്പോൾ വളരെ ഹൈ പവറിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹയർ ഓർഡർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹയർ ഓർഡറിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എസിൻ്റെ ആൾജിബ്രക് ഇക്വേഷനായിട്ട് മാറും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായി മാറും? ഇക്വേഷൻ ആൾജിബ്രക് ഇക്വേഷനായി മാറും. ഏതിൻ്റെ? എസിൻ്റെ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൾജിബ്രക് ഇക്വേഷനായിട്ട് മാറും എസിൻ്റെ. ആ എസിൻ്റെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ഈ എസ് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യാം? ടൈം ഡൊമെയിനിലോട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ നമുക്ക് ടൈം ഡൊമെയിനിൽ കിട്ടും. എല്ലാം ക്ലിയർ ആണ്. ഒന്നുകൂടെ പറഞ്ഞു വന്നാൽ നമ്മൾ പറയും, നമ്മളുടെ ടൈം ഡൊമെയിനിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് എസ് ഡൊമെയിനിലോട്ട് മാറ്റി, ആ എസ് ഡൊമെയിനിലോട്ട് മാറിയ ലാപ്ലേസ് ട്രാൻസ്ഫോമിലുള്ള കേസിൽ അവിടെ ഇട്ട് നമ്മൾ സോൾവ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ ടൈം ഡൊമെയിനിലുള്ള സൊല്യൂഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾക്ക് പറയാനാണെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ നമ്മൾ ആർക്ക് കൊടുക്കും? ഭഗവാന് കൊടുക്കും. ഭഗവാന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നൂറ്റാണ്ടുകൾ ഒരു നിമിഷം പോലെയാണ്. അപ്പം നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം കൂടെ ഭഗവാൻ എടുത്തിട്ട് എന്ത് ചെയ്യും? സോൾവ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചയച്ചു തരും. അതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കെന്ത്? വിധി എന്ന് പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ നമ്മുടെ കാറിനൊരു പ്രോബ്ലം ഉണ്ട്, നമ്മളുകൊണ്ട് എന്ത് ചെയ്യും? ഷോറൂമിൽ കൊണ്ടൊക്കെ എത്തിയിട്ട് അവിടെ ഇട്ട് സോൾവ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? കാർ വൃത്തിയാക്കി എടുക്കും. അല്ലെങ്കിൽ ഇത് ഉദാഹരണം പറഞ്ഞത് ഇതൊരു വേറെ ഡൊമൈനാണ്. അല്ലെങ്കിൽ ആശുപത്രി നമ്മൾ പോകുന്നത് എന്തിനാ? നമ്മുടെ വീട്ടിൽ നിന്ന് ചികിത്സിച്ചാൽ പോരാ. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സിൻ്റെ കൊടുത്തേച്ച് നമ്മൾ സോൾവ് ചെയ്തിട്ട് തിരിച്ചു പോരുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് ടൈം ഡൊമൈനിൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഏത് ഡൊമൈനിലോട്ട് മാറ്റി? ലാപ്ലേസ് ഡൊമൈനിലോട്ട് മാറ്റി. അവിടെ ശരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇൻ്റഗ്രേഷനും എല്ലാം എന്താണ്? എസിൻ്റെ ടേംസിലാണ് ആൾജിബ്രിക് ഇക്വേഷൻ. അവിടെ ഇട്ട് സോൾവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? തിരിച്ച് ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. എല്ലാവർക്കും ഓക്കെയാണ് ഈ പറഞ്ഞു? ഓക്കെയാണ്. നമ്മൾ പറഞ്ഞ ഉദാഹരണവും മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ശരിക്കും എന്താണ്? എൻജിനീയേഴ്സിനുള്ള ഒരു ടൂളാണ്. പറഞ്ഞത് കറക്റ്റാണ്. എൻജിനീയേഴ്സിനുള്ള ഒരു ടൂളാണ്. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള, അത് പ്രത്യേകിച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ്റഗ്രേഷൻ്റെ ഒക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് നമ്മൾ ഈ പറഞ്ഞ ഏത്? ലാപ്ലേസ് ട്രാൻസ്ഫോം. നമ്മുടെ എൻ്റയർ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലാപ്ലേസ് ഡൊമൈനിലാണ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? പറഞ്ഞേ എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണേ? പറഞ്ഞു വന്നേ. പറയൂ. എല്ലാവർക്കും ഓക്കെ അല്ലേ? മുന്നോട്ട് പോകട്ടെ.
ആര്യ പ്രേംകുമാർ, അശ്വിനെ ക്ലിയർ അല്ലേ? തൻസി, ജോഹാൻ, ജീവൻ, ബാസിലെ കേൾക്കുന്നുണ്ടോ? കരിഷ്മ, ലിയാന, ഫാത്തിമ, ആർദ്ര, അനിത കേൾക്കുന്നില്ലേ? നമ്മൾ പറഞ്ഞു വന്ന എല്ലാവർക്കും ഓക്കെയാണ്. നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച് എന്താന്ന് പറഞ്ഞു. മൂന്ന് കാര്യങ്ങളാണ് നമുക്കിവിടെ ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ ഡെഫിനേഷനായി എന്താണ് പറഞ്ഞത്? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വേറെ ഇനിഷ്യൽ കണ്ടീഷൻ ഇസ് സീറോ. പക്ഷേ ഈ ഔട്ട്പുട്ട് ഇൻപുട്ട് ഏതിലായിരിക്കണം? ലാപ്ലേസ് ഡൊമൈനിലായിരിക്കണം. അതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ചിൽ ഡെഫിനേഷൻ. പിന്നെ ഇനിഷ്യൽ കണ്ടീഷൻ സീറോ എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇനിഷ്യലി റിലാക്സ്ഡ് സിസ്റ്റമാണ്. അപ് ടു സീറോ വരെയുള്ള ഒരു കാര്യവും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെയാണ്. ഇനി അതിനുശേഷം പിന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മൾ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ പറഞ്ഞു എന്താണ്, സിസ്റ്റം SISO ആയിരിക്കും. സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം ആയിരിക്കും. ഇത് ക്ലിയർ ആണ്. ഇനി നമ്മൾ പറയുന്നത് അറിയാം, നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ആദ്യം നമ്മൾ പറയുന്നത് ലാപ്ലേസ് ഓഫ് ഡെൽ ഓഫ് ടി. എല്ലാവർക്കും അറിയാവുന്ന വിശ്വസിക്കുന്നു. എന്നാലും നമുക്ക് ബേസിക് ആയിട്ട് കൺട്രോൾ സിസ്റ്റം നമ്മൾ ഇനി പറയാൻ പോകുന്നത് ലാപ്ലേസ് ഡൊമൈൻ ആയതുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോമിലുള്ള ഇക്വേഷൻസ് കൂടെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഡെൽ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്, സീറോയിൽ മാത്രം ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിനൊരു ഉദാഹരണം പറയാമോ നിങ്ങൾക്ക്? ഡെൽ ഓഫ് ടിക്ക് ഉദാഹരണം. യെസ്. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. നമുക്ക് നെഗറ്റീവ് സീറോ ഇല്ല, ടി ഗ്രേറ്റർ ദാൻ സീറോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഇനിഷ്യൽ കണ്ടീഷൻ സീറോ. അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ പറഞ്ഞു വന്ന പോസിറ്റീവ് പാർട്ട് മാത്രമായിരിക്കും. കേട്ടോ തൻസി? ഇമ്പൾസ് ഫംഗ്ഷൻ, അതാണ് സോദ ചോദിക്കുന്നത്. ഇമ്പൾസ് ഫംഗ്ഷൻ ഉദാഹരണം നമ്മൾ പ്രാക്ടിക്കലി കാണുന്ന ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ ഉദാഹരണം. പറഞ്ഞേ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമ്മൾ ചോദിച്ചു വരുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞു ലാപ്ലേസ് ഡൊമൈനിൽ നമുക്ക് ശരിക്കും സർജ്, ഈ സർജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പവർ സിസ്റ്റത്തിലെത്തി. ഈ സർജ് എന്ന് വേറെ വേർഡ് പറയും, പക്ഷെ അതിലും യെസ്, ബാസിൽ പറഞ്ഞ കറക്റ്റാണ്, ലൈറ്റനിങ്. കാരണം വിത്തിൻ സീറോ ആ ഫ്രാക്ഷൻ ഓഫ് സമയത്ത് ലൈറ്റനിങ് നമ്മുടെ ഭൂമിയിലേക്ക് അടിക്കുകയാണ്. അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇമ്പൾസ് ഫംഗ്ഷൻ. വേറെ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ രണ്ടുപേര് പറഞ്ഞല്ലേ? യെസ്, സോജ ശരിയാണ്. ലൈറ്റനിങ് ഒരു ഉദാഹരണമാണ്. നമുക്ക് എല്ലാ ഫംഗ്ഷനും ഓരോ ഉദാഹരണങ്ങളൊക്കെ ഏകദേശം പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു വന്നത് ഇമ്പൾസ് ഫംഗ്ഷൻ വേറൊരു ഉദാഹരണം പറയാനാണെങ്കിൽ വേറെ ഉദാഹരണം, ഇപ്പൊ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ ഒരു ഉദാഹരണം, നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ കാണുന്ന ഒരു ഇമ്പൾസിന് ഉദാഹരണം. നമ്മുടെ ബോൾ വന്ന് ബാറ്റിൽ കൊള്ളുന്നു. ഹോണ്, ഓക്കെ, റൈറ്റ്, അതൊന്നും കുഴപ്പമില്ല. കാരണം ആ 0 സെക്കൻഡിൽ മാത്രമാണ് ഈ ഹോൺ അടിച്ച് ആ നിമിഷത്തിൽ എടുക്കണം. നമുക്ക് ഹോൺ അടിച്ചു പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഹോൺ അടിച്ചു, ആ 0യിൽ തന്നെ തിരിച്ചെടുത്തു, ടക്കെന്ന് ഒരു അടി അടിച്ചിങ്ങെടുത്താൽ നമുക്ക് പറയാം അത് ഇമ്പൾസാന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒറ്റ ഉദാഹരണമുള്ളൂ. നമ്മുടെ ബോൾ വന്ന് ബാറ്റിൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ അത്ര നേരവും ബോൾ വന്നുകൊണ്ടിരിക്കുന്ന ബാറ്റ്സ്മാന്റെ നേരെയാണ്. എന്നാൽ ആ ബാറ്റിൽ വന്ന് കൊണ്ടു കഴിഞ്ഞാൽ ആ ബോളിന് കിട്ടുന്ന ആവേഗം എന്ന് പറയുന്നത് വിത്തിൻ 0 സെക്കൻഡ്, അല്ലെങ്കിൽ ആ 0 എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ അത് ബൗണ്ടറിയിലേക്ക് പോവാണ്, അല്ലെങ്കിൽ വേറെ ഇതിലോട്ട് പോവാണ്. ആ സമയത്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു ഇമ്പൾസ് ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് ആ 0 സെക്കൻഡിൽ തന്നെ അതിൻ്റെ മുഴുവൻ ബൗളർ എറിഞ്ഞ എനർജി മാറി വേറെ തലത്തിലോട്ട് പോകും. ക്ലിയർ ആണ്? യഥാർത്ഥത്തിൽ നമ്മളൊരു കാര്യം പറയും, ട്രാൻസിയന്റിനെ ഓവർകം ചെയ്യുന്ന ഒരേ ഒരു ഫംഗ്ഷനാണിത്. അതിന് ഉദാഹരണം ഇപ്പം ഞാൻ പറഞ്ഞത്. ട്രാൻസിയന്റിനെ എന്തുകൊണ്ട് ഓവർകം ചെയ്യുമെന്ന് പറഞ്ഞാൽ, ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കൺട്രോൾ സിസ്റ്റത്തിലെല്ലാം പഠിക്കുന്ന ഒരു കാര്യമാണ് ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ചാണ്. ഈ ചേഞ്ചിന് സിസ്റ്റം കോപ്പപ്പ് ചെയ്യാതെ വരുമ്പോൾ ഉള്ള ഒരു ബിഹേവിയറാണ് ട്രാൻസിയന്റ്. ഇതിനെ ഓവർകം ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഡെൽ ഓഫ് ടി. ഇതെന്താണെന്നുള്ളത് ട്രാൻസിയന്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും. പക്ഷെ എങ്കിലും നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു ട്രാൻസിയന്റ് വരുന്ന സമയത്ത് നമ്മൾ മാറാൻ തയ്യാറാവൂല. അത് നമ്മുടെ ക്യാരക്ടറാണ്.
ഉദാഹരണം പറഞ്ഞാൽ അതിനാണ് നമ്മൾ പറഞ്ഞത് ഈ ട്രാൻസിയൻ്റ് ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു സ്റ്റോറേജ് എലമെൻറ്റുകളാണ്. ഇപ്പം ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, എന്നാലും ഒന്ന് പറയുകയാണ്. ട്രാൻസിയൻറ്റിനെ കുറിച്ച് നമ്മൾ ശരിക്കും ടൈം ഡൊമൈനിൽ ചെല്ലും വ്യക്തമായിട്ട് ഒന്നുകൂടെ പഠിക്കും. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്നിവിടെ പറയുകയാണ്. ഈ പറഞ്ഞു വന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവന്നാൽ സിസ്റ്റം ബിഹേവ് ചെയ്യുന്നത് വളരെ വേദനാജനകമായ രീതിയായി കലിപ്പരി. അല്ലെങ്കിൽ പറയാം അവൻ മാറാൻ സമ്മതിക്കൂല. ഓക്കെ ആണോ? ഇപ്പോൾ ഉദാഹരണം ഞാൻ അതാ പറഞ്ഞു വന്നത്, ബോളെറിഞ്ഞ ബോളർ കൊടുത്ത ഒരു എനർജി അല്ലെങ്കിൽ ഒരു സ്പീഡുണ്ട് ആർക്ക്, ബോളിന്. ആ സ്പീഡ് മുഴുവൻ മാറി വിത്തിൻ 0 സെക്കൻഡ് എങ്ങോട്ട് മാറി? ബൗണ്ടറിയിലേക്ക് ബോൾ പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവമേ മാറ്റി വിത്തിൻ 0 സെക്കൻഡ്. അങ്ങനെ മാറ്റിയാൽ ട്രാൻസിയൻ്റ് ഇല്ലെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ മുഴുവൻ ടോട്ടലി ചേഞ്ച് ചെയ്യുന്ന അർത്ഥം. അത് ചേഞ്ച് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഏത് ഫംഗ്ഷൻ? ഡെൽ ഫംഗ്ഷൻ. ഇപ്പം ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ എന്നാലും നമ്മൾ ഈ പറയുന്ന നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഓരോന്നിനെയും കുറിച്ച് കാണുമ്പം അതിനെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോകും. ഇത് വീണ്ടും നമ്മൾ എവിടെ ചെല്ലുമ്പോൾ റിപ്പീറ്റ് ആവും. നമ്മുടെ എവിടെ വെച്ച് നമ്മുടെ ട്രാൻസിയൻ്റ് പറയുമ്പോൾ. അപ്പം നമ്മൾ പറഞ്ഞു ഡെൽ ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? ലൈറ്റനിങ് അല്ലെങ്കിൽ ബാറ്റും ബോളുമായിട്ടുള്ളത്. പിന്നെ കരിഷ്മ പറഞ്ഞ പോലെ ആ 0 സെക്കൻഡിൽ മാത്രം അടിക്കുന്ന ഹോൾ, അതും ഒരു ഡെൽ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. രണ്ടാമത് നമ്മൾ പറയുന്നതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി. എല്ലാവർക്കും അറിയാവുന്നതാണിത്, എന്നാലും നമ്മൾ പറയുകയാണ് 1/s. പറയാമോ യു ഓഫ് ടിക്ക് ഉദാഹരണം പറഞ്ഞാൽ? യു ഓഫ് ടിക്ക് ഉദാഹരണം പറഞ്ഞേ. യു ഓഫ് ടിക്ക് ഉദാഹരണം എക്സാക്ട്ലി ജീവനെ കറക്റ്റാണ് പറഞ്ഞു വന്നത്. എ സ്വിച്ച് ക്ലോസ്ഡ് ഫോർ എ DC സപ്ലൈ. നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ ഒരു DC സപ്ലൈ കൊടുത്തു, എന്നിട്ടൊരു സ്വിച്ച് കൂടെ കൊടുത്തു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ തരുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഐഡിയൽ സോഴ്സ് വരെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് 1 വോൾട്ട്. ഇതെപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? T = 0. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ തരാമ്പോൾ എന്താണ്? ടിക്ക് ശേഷം 1 വോൾട്ട്. ജീവൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. എല്ലാവർക്കും ഓക്കെ ആണോ? പറഞ്ഞേ എല്ലാവർക്കും ഓക്കെ ആണോ? ഒരു സ്വിച്ച് വെച്ചിട്ട് DC വോൾട്ടേജ് വെച്ചിട്ട് അതിലൊരു സ്വിച്ച് വെച്ച് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യം 0 എന്ന് പറഞ്ഞ സമയം തൊട്ട് ആ 1 വോൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? സ്റ്റെപ്പ് ഫംഗ്ഷൻ തന്നെയാണ്. സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ DC സോഴ്സ് വിത്ത് സ്വിച്ചാണ്. അല്ലെങ്കിൽ ഒരു DC സോഴ്സ് കണക്ട് ചെയ്യുന്നു, പെട്ടെന്ന് DC സോഴ്സ് പിന്നെ കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട് കണക്ട് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ അത് ശരിക്കും എന്താണ്? DC സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി യു ഓഫ് ടി തന്നെയാണ്. എപ്പോഴാണോ അത് കണക്ട് ചെയ്യുന്ന ആ നിമിഷം തൊട്ടേ അത് കിട്ടുകയുള്ളൂ, അല്ലാതെ കണക്ട് ചെയ്യാത്ത സമയത്ത് അത് കിട്ടുമോ? ഇല്ല. അപ്പോൾ ആ പറയുന്ന DC സോഴ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ അല്ലേ? അൻസിയ, ലിയാന ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? ജാസ്മിനെ, അനാമിക, ജേഷ്മ, അനന്തകൃഷ്ണൻ പറഞ്ഞ്, അമിത്തു, സോജ കേൾക്കുന്നില്ലേ? അനിത, ആർദ്ര, ലിയാന ക്ലിയർ അല്ലേ? പത്മാവതി, ആര്യ, അശ്വിനെ ഓക്കെ അല്ലേ? തൻസി, ജോഹാൻ ക്ലിയർ അല്ലേ പറഞ്ഞു വന്ന്? ഓക്കെയാണ്. അപ്പം നമ്മൾ അടുത്ത പറയുന്നത് ടൈം ഇക്വേഷൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു, എന്നാലും നമ്മൾ എഴുതി പോവുകയാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി യു ഓഫ് ടി 1/s². യഥാർത്ഥത്തിൽ ആ ടിയുടെ കൂടെ യു ഓഫ് ടി ഞാൻ ഇട്ട് എന്തിനാണ് പറയാമോ? ആ എക്സാക്ട്ലി പറഞ്ഞ ലാപ്ലേസ് ട്രാൻസ്ഫോം ടി എന്ന് പറഞ്ഞാൽ മതിയാണ്. ഞാൻ ടിയുടെ കൂടെ യു ഓഫ് ടി ഇട്ടു. എന്തിനാന്ന് പറയാമോ?
നമ്മൾ സാധാരണ കേസ് പറഞ്ഞു പോകുമ്പം യു ഓഫ് ടി എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷെ ഞാൻ ആ ഫംഗ്ഷൻ്റെ കൂടെ ഒരു ടി എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷെ ഞാൻ എന്തുകൂടെ ഇട്ടു? യു ഓഫ് ടിയുടെ കൂടെ ഇട്ടു. എന്തിനു വേണ്ടിയാണത്? ഒരു ഫംഗ്ഷൻ്റെ കൂടെ യു ഓഫ് ടിയുടെ കൂടെ ഇട്ടാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഫംഗ്ഷൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ഓൾറെഡി യു ഓഫ് ടി എന്താണ്? യു ഓഫ് ടി എന്താണ് നിങ്ങൾ കാണുന്നുണ്ടോ? യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. 0ക്ക് ശേഷം ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ 1 എന്ന് പറഞ്ഞ വോൾട്ടേജ് കൊടുക്കും. ഓക്കെയാണ്. അപ്പോൾ ഒരു ഫംഗ്ഷന് ഞാൻ യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്ന് പറഞ്ഞാൽ ജീവനെ പറഞ്ഞു വരുന്നത് ഫ്രം ഗ്രേറ്റർ 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ടൈം വെച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ ജീവനെ? നമ്മൾ 0-ലല്ലേ 0ക്ക് ശേഷം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഫംഗ്ഷൻ ടി ആണ്. സാധാരണ കേസിൽ ഒരു ഫംഗ്ഷനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? ടി യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അത് തന്നെ യെസ്, അത് തന്നെ പറഞ്ഞു വന്ന് ലെസ് ദാൻ ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈ 0. അപ്പം നമുക്ക് ഉദാഹരണം പറയാം. നമ്മളിവിടെ നോക്ക്, ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം പോകാൻ. ഇത് ടൈം പീരീഡും ഇതൊരു ഫംഗ്ഷനും ആണെങ്കിൽ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി എന്നാണെങ്കിൽ നമുക്കറിയാം ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആരും ഇൻക്രീസ് ചെയ്യണം? ഫംഗ്ഷൻ്റെ വാല്യൂ ടി തന്നെയാണ്. അപ്പം നമുക്ക് ഒരു ലീനിയർ ലൈൻ കിട്ടും. പക്ഷേ ടി യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 1ന് ശേഷം മാത്രമേ വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പാർട്ട് ഇല്ലെന്ന് പറയും. ഇതിൻ്റെ നെഗറ്റീവ് പാർട്ട് ഉണ്ടാവില്ല, കാരണം യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെന്താണ് ശരിക്കും ടി യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ? ആ ഫംഗ്ഷൻ എന്തായി മാറി? നമ്മൾ പറഞ്ഞു വരുന്നത് ടി യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി പടം എന്താണ്? ഈ കാണുന്ന പടമാണ്. അത് ഏത് ഫംഗ്ഷനാണ്? റാമ്പ് ഫംഗ്ഷൻ. എല്ലാവർക്കും ഓക്കെയാണ്. അപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് പാർട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? നമ്മൾ ഒരു ഫംഗ്ഷനെ യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പാർട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാരണം എൻ്റെ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു വി ആർ നോട്ട് അറ്റ് ഓൾ കൺസേൺ അബൌട്ട് വാട്ട്? നെഗറ്റീവ് പാർട്ട്. വി വിൽ കൺസിഡർ ആഫ്റ്റർ ടി. ഇത് മാത്രമേ കൺട്രോൾ സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മൾ പോസിറ്റീവ് പാർട്ട് മാത്രം മതിയാവുകയും നമുക്ക് പഴയ പാസ്റ്റോ കാര്യങ്ങളോ ഒന്നും അറിയണ്ട, നമുക്ക് ഇനി അങ്ങോട്ട് നന്നായാൽ മതിയെന്ന്. ആ ഒരു കളിയാണ് നമ്മുടെ ഏത് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഇനി ഒരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ചേക്കണം. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പം അതിൻ്റെ നെഗറ്റീവ് പാർട്ടൂടെ വേണം. ഇപ്പം നമ്മൾ പറഞ്ഞെന്താ? നമ്മൾ എൻ്റെയർ കൺട്രോൾ സിസ്റ്റത്തിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം പോസിറ്റീവ് പാർട്ട് മാത്രമാണ്. പോസിറ്റീവ് യൂണിലാറ്ററലാണ്, പോസിറ്റീവ് പാർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ബൈലാറ്ററൽ ആയിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടൈമൂടെ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെ പോവും? ROC പോവും. ആരാണ് ഈ ROC? പറയൂ, ആരാണ് ഈ ROC? ഗോകുലെ, പത്മാവതി, ആര്യ കേൾക്കുന്നുണ്ടോ? അശ്വിനെ, തൻസി, ജോഹാനെ, കരിഷ്മ കേൾക്കുന്നുണ്ടോ? ബാസിൽ, ലിയാന, ഫാത്തിമ, ആർദ്ര, സോജ പറഞ്ഞ അനിത കേൾക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? ആരാണ് ROC? ജാസ്മിനെ, അനാമിക കേൾക്കുന്നില്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഇഫ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഏത് റീജിയൻ ഓഫ് കൺവെർജൻസ്, വാട്ട് ഈസ് മീൻ ബൈ ദാറ്റ്? എന്തിനാണ് നമ്മൾ റീജിയൻ ഓഫ് കൺവെർജൻസ് എടുക്കുന്നത്? വൈ? നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ സൊല്യൂഷൻ ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും അതിൻ്റെ ബിഹൈൻഡിലുള്ള പ്രശ്നങ്ങളൂടെ പറഞ്ഞാൽ പോകുന്നത്. ആദ്യം പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു ലാപ്ലേസ് ട്രാൻസ്ഫോം ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വേറെ ഇനിഷ്യൽ കണ്ടീഷൻ ഈസ് 0. അതുകൊണ്ട് തന്നെ പറഞ്ഞു നമ്മുടെ സിസ്റ്റം ഇനിഷ്യലി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ മാത്രമേ നമ്മൾ കൺട്രോൾ സിസ്റ്റം അപ്ലൈ ചെയ്യുള്ളൂ. അപ് ടു ടി ഈസ് ഈക്വൽ ടു 0 വരെയുള്ള ഒരു കാര്യവും വി ആർ നോട്ട് കൺസേൺ. ഇപ്പം ആള് മര്യാദക്കാരനാണോ?
ഇനി അങ്ങോട്ട് നന്നായിക്കോളൂ എന്നാൽ പിന്നെ കുഴപ്പമില്ല. നമുക്ക് പഴയകാലം ഒന്നും അറിയേണ്ട, പാസ്റ്റ് ഒന്നും അറിയേണ്ട കാര്യമില്ല. ഇതാണ് കഥ. ഏത് കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മുടെ ചർച്ച ഏത് ഫംഗ്ഷനോടും. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇൻപുട്ട് എടുക്കുന്ന ഫംഗ്ഷനിലും നമ്മൾ എന്തെടുക്കുള്ളൂ, പോസിറ്റീവ് പാർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ പോസിറ്റീവ് പാർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ ആ ഫംഗ്ഷനെങ്കിൽ നമുക്ക് റീജിയൻ ഓഫ് കൺവെർജൻസ് വേണ്ട. ഈ എൻ്റയർ കൺട്രോൾ സിസ്റ്റം നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം, നമുക്ക് ഇക്വേഷൻ വെച്ചിട്ടൊക്കെ. ഈ റീജിയൻ ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കേണ്ട സമയത്ത് ഇക്വേഷൻ്റെ ആൻസറും ചിലപ്പോൾ ഡിഫറെൻ്റ് ആവും. അതെവിടെയാണ് നമ്മൾ പഠിക്കുന്നത് ശരിക്കും? നമ്മൾ എൻ്റയർ ROC ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന എവിടെയാണ്? സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ റീജിയൻ ഓഫ് കൺവെർജൻസും കാര്യങ്ങളൊക്കെ പറയും. ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം പല ആൻസർ വരും. ലാപ്ലേസ് ട്രാൻസ്ഫോം ഒരേ ഫംഗ്ഷനാണ്. കാരണം എന്താണ്? അതിന് ഓരോ റീജിയനിലും അതിൻ്റെ ബിഹേവിയർ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ROC നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് മാത്രമേ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ലാപ്ലേസ് ട്രാൻസ്ഫോമിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുള്ളൂ. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ചർച്ച നടക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചെത്തുന്നു. നമ്മൾ പറയുന്നു നമ്മൾ സിഗ്നൽ സിസ്റ്റത്തിലൂടെ ഇപ്പോൾ പോകാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ട്രാൻസ്ഫോം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫങ്ഷൻസ് എല്ലാം എവിടെയാണ്? ടൈം ഡൊമൈനിൽ പോസിറ്റീവ് പാർട്ട് യൂണിലാറ്ററലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ROC കണ്ടുപിടിക്കേണ്ട, നേരിട്ട് ഇക്വേഷൻ പറയാൻ പറ്റും. അപ്പം ജനറൽ ആയിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n u(t) അറിയേണ്ടതാണ്. ഇക്വേഷൻ എന്താണ് വരുന്നത്? n ഫാക്ടറൽ ഡിവൈഡഡ് ബൈ s⁻n+1. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓക്കെയാണ്. അടുത്ത നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻−at. ഏതായിരുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ? അല്ലെങ്കിൽ വേണ്ട, e⁻−at കൂടെ u(t) എടുത്തു. ഫംഗ്ഷൻ നമ്മൾ ഏത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? e⁻−at. e⁻−atയുടെ പടം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിതിനെ കൊണ്ട് ആവശ്യമുണ്ട്, ഓർത്ത് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും അറിയാത്തവർ. ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. e⁻−at 1ൽ നിന്ന് കുറഞ്ഞ് 0യിലോട്ട് ടെൻഡ് ചെയ്യുന്ന, t ഇൻക്രീസ് ചെയ്യുന്നതോറും ടെൻഡ് ചെയ്യുന്ന ഇക്വേഷനാണ് e⁻−at. നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് പറയാം? 1/s+a. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ u(t)യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s ആണ്. ആ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ കൂടെ e⁻−at വന്നാൽ ആ പറയുന്ന ഫംഗ്ഷൻ്റെ എസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ അല്ല s+a ആവും. എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം e⁻−at f(t). ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം അത് ക്യാപിറ്റൽ f ആയിട്ട് എടുക്കുകയാണെങ്കിൽ s+a എന്നാണ്. ക്ലിയർ ആണ് പറഞ്ഞു വരുന്നത്? അവിടെ നമ്മൾ പറഞ്ഞു വരുന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണ് f(t)യുടെ. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? e⁻−at എന്ന് പറഞ്ഞൊരു ടേം കൂടെ ആരുടെ കൂടെ ഉണ്ട്? നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫംഗ്ഷൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് ആ ഫംഗ്ഷൻ്റെ എസ് എവിടെയൊക്കെ ഉണ്ടോ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഔട്ട്പുട്ട് ഉണ്ടല്ലോ ആ ഫംഗ്ഷൻ്റെ, അതിൽ എസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ടായെന്ന് പറയും. ലാപ്ലേസ് ഡൊമൈനിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായെന്ന് പറയും. ആ ഷിഫ്റ്റാണ് s+a ആയിട്ട് കാണുന്നത്. ക്ലിയർ ആകുന്നുണ്ട്? e⁻−at എന്ന് പറഞ്ഞാണ് ടേം വരുന്നെങ്കിൽ s+a എന്നായിരിക്കും നമ്മുടെ ഷിഫ്റ്റ്, എസിൻ്റെ ഷിഫ്റ്റ്. എല്ലാവർക്കും ഓക്കെ ആണോ ഈ പറഞ്ഞു വന്നത്? അപ്പോൾ ഒബിയസ്ലി നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at f(t). e⁻at എന്നാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് s-a എന്നായിരിക്കും. എല്ലാവർക്കും ഓക്കെയാണ്? പറഞ്ഞു ഓക്കെ അല്ലേ? e⁻−at എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ കൂടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. എന്നിട്ട് എസ് കിടക്കുന്നിടത്തെല്ലാം s+a എന്നാണ്. e⁻at എന്നാണെങ്കിൽ ഇൻറ്റു f(t) എന്നാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നെങ്കിൽ e⁻at ഉള്ളിടത്തല്ല, അല്ലെങ്കിൽ e⁻at വന്നുകൊണ്ട് തന്നെ എസ് ഉള്ളിടത്തല്ല ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ എന്ത് ചെയ്യും?
എസ് മൈനസ് എ എന്ന് പറഞ്ഞ ടേം വേണം ഇടാൻ. അപ്പോൾ നമ്മൾ പറയും ലാപ്ലേസ് ഡൊമൈനിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കി. ആര്? e⁻⁻⁸ എന്ന് പറഞ്ഞ ടേം. എല്ലാവർക്കും ഓക്കെ ആണോ? മുന്നോട്ട് പോയിക്കോട്ടെ. പറയൂ പറയൂ പറയൂ, എല്ലാവർക്കും ഓക്കെ ആണോ? മുന്നോട്ട് പോയിക്കോട്ടെ. ജാസ്മിനി, അനാമിക, രേഷ്മ കേൾക്കുന്നുണ്ടോ? അനന്തകൃഷ്ണൻ, അമിത്തു, സോജ, അനിത, ആദ്ര, അൻസിയ, ലിയന എല്ലാവരും കേൾക്കുന്നുണ്ട് അല്ലേ? പറഞ്ഞു. ജീവന്, ജോഹാനെ ക്ലിയർ അല്ലേ? തൻസി, അശ്വിനെ ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്. ഇനീഷ്യൽ കണ്ടീഷൻ 0 ആണ്, SI/SOയിലേ പറ്റുള്ളൂ. ഇത് ഓർത്തിരിക്കേണ്ടതാണ്. എൻ്റെയർ ലാപ്ലേസ് ട്രാൻസ്ഫോം നിൽക്കുന്നത് ആരിലാണ്? ലാപ്ലേസ് ഡൊമൈനിലാണ്. അപ്പോൾ ലാപ്ലേസ് ഡൊമൈനിൻ്റെ ബേസിക് ഇക്വേഷൻസിനെ കുറിച്ച് ചർച്ച തുടങ്ങി. ആദ്യം ഡെൽ ഓഫ് പറഞ്ഞു, അതിനുശേഷം സ്റ്റെപ്പ് ഫംഗ്ഷൻ പറഞ്ഞു, റാമ്പ് പറഞ്ഞു, അതിനുശേഷം ജനറലായിട്ട് t⁻n പറഞ്ഞു, e⁻⁻⁸ വന്നാൽ എങ്ങനെ ആവും എന്ന് പറഞ്ഞു. അടുത്ത നമ്മളിനി പറയുന്നത് ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു ഇക്വേഷനാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin AT, a/s² + a². ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos AT, s/s² + a². നമുക്കിതിൻ്റെ കൂടെ ഒരാളുടെ പറയണം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u(t - a). ഈ ഇവരോട് ആർത്തിരിക്കേണ്ടതാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഇക്വേഷൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. sin AT എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? a/s² + a² ആണ്. cos AT എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? s/s² + a² ആണ്. ഓക്കെ ആണ്. ഇനി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u(t - a). അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സ്റ്റെപ്പ് ഫംഗ്ഷൻ തന്നെയാണ് അവിടെ. പക്ഷെ പടം വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ t = 0. അപ്പം നമുക്ക് ഒരു a കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് തുടങ്ങുന്നത്? സ്റ്റെപ്പ് ഫംഗ്ഷൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും u(0) ആയാലേ തുടങ്ങുകയുള്ളൂ. അപ്പോൾ ടിയുടെ വാല്യൂ a ആയാലേ നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആകുന്നുണ്ടോ? മനസ്സിലായി പറഞ്ഞിട്ടുണ്ടെന്ന് u(t - a) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്ക് ശേഷം മാത്രമേ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ u(t) സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പറയും ടൈം ഡൊമൈനിലൊരു ഷിഫ്റ്റ് ഉണ്ടായി. ആ ടൈം ഡൊമൈനിലൊരു ഷിഫ്റ്റ് ഉണ്ടായാൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് e⁻⁻s × s എന്ന് പറഞ്ഞാൽ u(t)യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s ആണ്. അത് അതുപോലെ തന്നെ എഴുതി. ഇവിടുത്തെ ടൈം ഡൊമൈനിലെ ഷിഫ്റ്റ് ലാപ്ലേസ് ഡൊമൈനിലെത്തിയപ്പോൾ e⁻⁻s എന്നായി. അപ്പോൾ നമ്മൾ വീണ്ടും ഫംഗ്ഷനായിട്ട് പറയുകയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f(t - a) എന്നൊരു ടേം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? e⁻⁻s f(s). ഈ f(s) എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ആ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അതിൻ്റെ കൂടെ ഒരു ടേം കൂടെ എക്സ്ട്രാ വന്നു, e⁻⁻as. e⁻⁻as എന്ന് പറഞ്ഞ ടേം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ടൈം ഡൊമൈനിൽ ഒരു t - a വന്നിട്ടുണ്ട്. ഇവിടെ വരെ ഓക്കെയാണ്. പിന്നെ ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? s ആണ്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/s ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു മുമ്പ്. ഓക്കെയാണ്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് നമുക്ക് ഓർത്തിരിക്കേണ്ടതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. എല്ലാവർക്കും ഓക്കെയാണോ? പറഞ്ഞു. ഇതിൽ ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ഓർത്തോളുക, ഓർക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ നോക്ക്, e⁻⁻⁸ വന്നപ്പോൾ ഇവിടെ s + a ആയിരുന്നു വന്നത്. എന്നാൽ ഇവിടെ നോക്ക് u(t - a) വന്നപ്പം -a തന്നെയാണ് വരുന്നത്. അത് ഓർത്തിരിക്കണം, അത് തെറ്റിപ്പോരുത്. ഇവിടെ നോക്ക് e⁻⁸ വന്നപ്പോൾ ഇവിടെ വന്നത് s - a ആണ്. f(s - a) എന്നാണ് വന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, u(t - a) എന്ന് പറഞ്ഞപ്പം e⁻⁻s എന്നാണ് വന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അത് ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് മനസ്സിൽ തിരിഞ്ഞൊരു മറ്റേ ഇവിടെ നോക്ക്
e⁻⁸ വന്നപ്പം ലാപ്ലേസിൽ എന്താ s+a വന്ന് e⁻⁸ വന്നപ്പം s-a വന്ന്. പക്ഷേ ഇതൊന്നുമല്ല ടൈം ഡൊമൈനിലുള്ളത്. ടൈം ഡൊമൈനിലുള്ളത് t(-a) എന്നാണെങ്കിൽ e⁻⁻as/s എന്നാണ് വരുന്നത്. എല്ലാവർക്കും ഓക്കെ ആണോ? പറഞ്ഞേ എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പം നമ്മൾ പതുക്കെ എങ്ങോട്ട് കയറാൻ പോകുമെന്നറിയോ? നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിന് ചർച്ച തുടങ്ങാൻ പോവാം. അതിന് മുമ്പേ നമ്മൾ കൺട്രോൾ സിസ്റ്റം ആരാണെന്ന് പറഞ്ഞു, അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് ചർച്ച ചെയ്തു തുടങ്ങി. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ലാപ്ലേസ് ഡൊമൈൻ പറഞ്ഞു, അതിൻ്റെ അകത്ത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാപ്ലേസിലാണ്. ഇനിഷ്യൽ കണ്ടീഷൻ 0 ആണ്. സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ലാപ്ലേസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്തു. എല്ലാവർക്കും ഓക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിലൂടെ നമ്മൾ പതുക്കെ എൻ്റർ ചെയ്യാണ്. നമ്മൾ ആദ്യം പറയുന്നത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമ്മളുടെ ഫംഗ്ഷൻ ഒരു g(s) എന്ന് വിളിച്ചു, ഇൻപുട്ടിനെ r(s) എന്ന് വിളിച്ചു, ഔട്ട്പുട്ട് c(s). ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതേ ഉള്ളൂ. g(s) എന്ന് പറഞ്ഞു വരുന്ന ഫംഗ്ഷൻ ഗെയിൻ ഓഫ് ദി സിസ്റ്റം ആണ്. c(s) എന്ന് പറയുന്നത് റെസ്പോൺസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്. നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ട് എന്ന് ഇനി പറയുന്നതിനേക്കാൾ കൂടുതൽ വേർഡ് വരാൻ പോകുന്നത് അല്ലെ എക്സൈറ്റേഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് എന്നായിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്ന റെസ്പോൺസും ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സൈറ്റേഷൻ. ചുമ്മാ ഒന്ന് എഴുതി പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം, എക്സൈറ്റേഷൻ. ഇവിടെ നമ്മൾ എപ്പോഴും വിളിക്കുന്നതാണ് റെസ്പോൺസ്. ഈ വേർഡുകളൊക്കെ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പറയാം ഫോർവേഡ് പാത്ത് ഗെയിൻ, അതാണ് g(s). അപ്പോൾ നമ്മൾ പറയുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നറിയോ, g(s) എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം, c(s/r)(s) അല്ലേ? അത് അങ്ങനെ തന്നെ എഴുതാം. അതിനിപ്പോൾ തിരിച്ചെഴുതിയെന്നോ തോന്നുന്നില്ല. നമ്മൾ ഡെഫിനേഷൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, c(s/r)(s) ആണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. c(s) എന്ന് എഴുതാൻ കാരണം എന്താണ്, രണ്ടും ലാപ്ലേസ് ഡൊമൈനിലാണുള്ളത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, g(s) ആണ്. ഓക്കെയാണ്, ഇത് ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എൻ്റയർ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ എന്തിനാ ഈ ഓപ്പൺ ലൂപ്പിനെ കുറിച്ച് പറയുന്നത് പറയും, അതിൻ്റെ കാരണമുണ്ട്. ഓപ്പൺ ലൂപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഫോർവേഡ് പാത്ത് ഗെയിൻ ഉണ്ടായിട്ട് തന്നെയാണ് നമ്മൾ എന്തുകൂടെ ചെയ്യുന്നത്, ഫീഡ്ബാക്ക് കൂടെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റം ക്ലോസ് ലൂപ്പ് ആക്കുന്നത്. അപ്പോൾ ക്ലോസ് ലൂപ്പിൻ്റെ പടം എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും g(s) അതേപോലെ തന്നെയുണ്ട്. നമുക്ക് ഈ പറഞ്ഞു വന്ന ഫീഡ്ബാക്ക് കൂടെ ഉണ്ട്. ആദ്യം r(s) അതേപോലെ തന്നെയുണ്ട്, ഇൻപുട്ട് അത് പോസിറ്റീവ് കൊടുത്തു, ഔട്ട്പുട്ടും അതുപോലെ തന്നെ എടുത്തു. എന്നാൽ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മളൊരു വാല്യൂ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ഇതെടുത്ത് ഈ പറയുന്ന ഔട്ട്പുട്ട് എടുത്തേച്ച് നമ്മൾ ഈ പറയുന്ന ഫീഡ്ബാക്ക് കൊടുത്ത് നമ്മളിവിടെ കൊടുക്കും. ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി അതാണ് നമ്മുടെ ചർച്ച. നമ്മൾ അങ്ങോട്ടാണ് ചർച്ചയിലേക്ക് പോകുന്നത്.
അപ്പോൾ ആദ്യം നമ്മൾ ഒന്നുകൂടെ പറയാം. എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഗെയിനും ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് പാത്ത് ഗെയിനുമാണ്. ഓക്കെ അല്ലേ? ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, സി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. എല്ലാവർക്കും ഓക്കെയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന മെയിൻ ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് മുന്നേ നമുക്ക് പറയാവുന്നൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ കിട്ടുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേര് ഇ ഓഫ് എസ് എന്നാണ്. നിങ്ങൾക്കറിയാം, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിനാണ്, എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഗെയിനാണ്, സി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സിഗ്നലാണ്. അത് ഗെയിനൊന്നുമല്ല, ശരിയല്ലേ? ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലാണ്. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, ഫോർവേഡ് ഭാഗത്തും ഉണ്ട്, ഈ പറഞ്ഞു വന്ന ഫീഡ്ബാക്ക് ഗെയിനും ഉണ്ട്. നമുക്ക് എന്തുണ്ട്? ഔട്ട്പുട്ട് സി ഓഫ് എസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഇവിടുന്ന് നമ്മൾ പറഞ്ഞു വരുന്നതെന്നറിയോ, അല്ലേ? അവിടെ തന്നെ എഴുതാം അല്ലേ? ഇതൊന്ന് ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ ഇക്വേഷൻ അപ്പുറത്ത് എഴുതാൻ പാടാവും. നമുക്ക് ആർ ഓഫ് എസിനെ കുറിച്ച് പറയാം. നമ്മൾ പറഞ്ഞു വരുന്നത് ഇ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എറർ സിഗ്നലാണ്. ഈ എറർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർ ഓഫ് എസ് ഇൻറ്റു മൈനസ് സി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ഇവിടെ നോക്ക്, ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. ആർ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പോസിറ്റീവാണ്, നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഇ ഓഫ് എസ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് എന്തായിരിക്കും? എറർ സിഗ്നലാണ്. ഇതിനെ വിളിക്കുന്നത് എറർ സിഗ്നൽ. എറർ സിഗ്നൽ എന്തായിരിക്കും? ആർ ഓഫ് എസ് ബൈ സി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഇക്വേഷൻ എന്ത് പറയാം? ഈ എറർ സിഗ്നലിനെ സി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എറർ സിഗ്നൽ ഇൻറ്റു ജി ഓഫ് എസ് എന്ന് പറയാം. ഇവിടെ കിട്ടുന്ന ആ സിഗ്നലിനെ നമ്മളൊരു ജി ഓഫ് എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇവിടുത്തെ സി ഓഫ് എസ് കിട്ടും. ഈ ഇക്വേഷൻ എഴുതിയാൽ ആർക്കൊരു ഡൗട്ട് ഉണ്ടോ? പറഞ്ഞു പറയൂ. ഈ ഇക്വേഷൻ എഴുതിയാൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞേ. എല്ലാവർക്കും ഓക്കെ ആണോ? ഈ ഇക്വേഷൻ എഴുതിയാൽ എല്ലാവർക്കും ഓക്കെ ആണോ? പറയൂ. എല്ലാവർക്കും ഓക്കെ ആണോ? ഇവിടെ നിന്ന് ആരും ഒന്നും വിടുന്നില്ലല്ലോ. അമീന, കരീഷ്മ, ഗോകുലെ, പത്മാവതി കേൾക്കുന്നുണ്ടോ? ആര്യ, അശ്വിനെ, തൻസി, ജോഹാനെ, ജീവനെ, ലിയാന, എല്ലാവരും ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു വരുന്നത് ഇ ഓഫ് എസ് ഇസിക്വൽ ടു ആർ ഓഫ് എസ് മൈനസ് സി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. സി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്. എന്താണ് സംശയം? ബാസിലെ പറഞ്ഞ എന്താ സംശയം? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ നോക്ക്, സി ഓഫ് എസ് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതിനെ എച്ച് ഓഫ് എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടുത്തെ ഫംഗ്ഷൻ കിട്ടുന്നത്. അത് പക്ഷെ നെഗറ്റീവാണ്. ഇതെന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ആർ ഓഫ് എസ്, ഇത് സമ്മിങ് പോയിന്റാണ്, രണ്ടും തമ്മിൽ സമ്മ് ചെയ്യുന്നൊരു ജംഗ്ഷനാണ്. അപ്പോൾ ആർ ഓഫ് എസ് മൈനസ് എച്ച് ഓഫ് എസ് ഇൻറ്റു സി ഓഫ് എസ്. ബാസിലെ ക്ലിയർ അല്ലേ? രണ്ടും ആഡ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. എച്ച് ഓഫ് എസ് കോൾഡ് ആസ് ഫീഡ്ബാക്ക് ഗെയിൻ. എച്ച് ഓഫ് എസ് ഫീഡ്ബാക്ക് ഗെയിൻ. ഓക്കെ അല്ലേ? ബാസിലിന് ക്ലിയർ ആണ്, ഗോകുലിനും ഓക്കെ ആണ്. കരീഷ്മ, നമ്മൾ പറഞ്ഞു വരുന്നത് എന്തിനാ ആഡ് ചെയ്തെന്നോ? ഇത് ആഡ് ചെയ്യുന്ന ഇതാണ്, അങ്ങനെയാണോ ചോദിച്ചത് കരീഷ്മ? ഇത് നമ്മുടെ സമ്മിങ് പോയിന്റ് ആണ്. അതെന്താണെന്നൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ വ്യക്തമാവും. എനിവേ ഇപ്പം ഇത് മനസ്സിലാക്കുക, നമ്മളുടെ സമ്മിങ് പോയിന്റിൽ ആർ ഓഫ് എസ് നമ്മൾ പോസിറ്റീവ് കൊടുത്തു, ഓക്കെ അല്ലേ? മുന്നോട്ട് പോകട്ടെ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ചോദിച്ചാൽ ആ ഇക്വേഷൻ അപ്പുറത്തോട്ട് വീണ്ടും എഴുതിയാൽ ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് എസ് മൈനസ് എന്തായിരുന്നു? സി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. അടുത്ത സി ഓഫ് എസ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞു? ഇ ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്. ഒന്നുകൂടെ വരയ്ക്കണോ? ജി ഓഫ് എസ്, സി ഓഫ് എസ്, താഴെ എച്ച് ഓഫ് എസ്, ഇവിടെ എന്തുണ്ട്? നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്.
പോസിറ്റീവ് ഉണ്ട്. ഇവിടം വരെ ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇ ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് കണ്ടുപിടിക്കും. അതേപോലെ തന്നെ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് കണ്ടുപിടിക്കും. സി ഓഫ് എസിന്റെ ഇക്വേഷൻ വന്നത് ആരുടെ? ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടുത്തെ സിഗ്നൽ ഇ ഓഫ് എസ് ആണ്. ഇതിനെ ഈ ഗെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സി ഓഫ് എസ് കിട്ടി. കാണുന്നില്ലേ ഈ ആർദ്ര? ഓക്കെ അല്ലേ? വേറെ ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? മുന്നോട്ട് പോകട്ടെ. അമീന, കരീഷ്മ, ഗോകുലെ, പത്മാവതി ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? ആര്യ, അശ്വിൻ രാജ ഓക്കെ അല്ലേ? തൻസി, ജോഹാന്, ജീവന്, ലിയാന കേൾക്കുന്നുണ്ടല്ലോ? രേഷ്മ, അനന്തകൃഷ്ണൻ, അമിതു, സോജാക്ക് ഓക്കെ അല്ലേ? സി ഓഫ് എസ് ഇക്വേഷനിൽ ആർ ഓഫ് എസ് ഇക്വേഷൻ വരൂല. കാരണം നമുക്ക് ആർ ഓഫ് എസും എച്ച് ഓഫ് എസ് ഇൻറ്റു സി ഓഫ് എസ് കൂടെ മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണല്ലോ ഇ ഓഫ് എസ്. ജി ഓഫ് എസിന്റെ ഇപ്പുറത്തെ ഫംഗ്ഷൻ അല്ലേ ഇ ഓഫ് എസ്. ഓക്കെ ആണോ ഫാത്തിമ? ഫാത്തിമ ക്ലിയർ അല്ലേ പറഞ്ഞു വന്നേ? നമ്മുടെ സി ഓഫ് എസ് ഇക്വേഷനിൽ ആർ ഓഫ് എസ് വരാത്തതിന്റെ കാരണം ആർ ഓഫ് എസും ആ പറഞ്ഞ ഫീഡ്ബാക്കിന്റെ സിഗ്നലിലൂടെ മൈനസ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷനാണ് ഇ ഓഫ് എസ്. അതിനെയാണല്ലോ നമ്മൾ ജി ഓഫ് എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതാണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ റൈറ്റ്. ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. എച്ച് ഓഫ് എസിന്റെ എഫക്ട് ഇ ഓഫ് എസിൽ ഉണ്ടാവും. ഇപ്പോൾ ഓക്കെ ആയി. വെരി ഗുഡ്. അപ്പൊ ഇനി നിങ്ങൾ ആ ഇക്വേഷൻ കണ്ടുപിടിച്ചേ. ആദ്യം ഇ ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് കണ്ടുപിടിക്കുമ്പോൾ സി ഓഫ് എസിനെ നമ്മൾ ആ ഇക്വേഷൻ ഒഴിവാക്കണം. ആ രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇ ഓഫ് എസ് എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ആ മറ്റേ ഇക്വേഷൻ കൊടുക്കണം. ആദ്യത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇ ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടത് സി ഓഫ് എസിനെയാണ്. അപ്പോൾ സി ഓഫ് എസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ കൊടുക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കുന്നുണ്ടോ? രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കും. സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് കണ്ടുപിടിക്കുമ്പോൾ ഇ ഓഫ് എസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ആ താഴെ കൊടുക്കണം. എല്ലാവരും ചെയ്തു വാ. യെസ്. ഇ ഓഫ് എസ് ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഇൻറ്റു സി ഓഫ് എസിന് വരെ നമുക്ക് എന്തെടുക്കാം? ഇ ഓഫ് എസ് ഇൻറ്റു
ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2ഉം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ 1ലേക്ക് 2 കൊടുത്താലാണ്. സി ഓഫ് എസിന് വരെ എന്ത് കൊടുത്തു? ഈ സി ഓഫ് എസ് ഇവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇ ഓഫ് എസ് ഇപ്പുറത്തേക്ക് പോകുന്ന കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇ ഓഫ് എസ് ഇൻറ്റു 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ആർ ഓഫ് എസ് കിട്ടും. അപ്പോൾ ഇ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1/1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഇത്? രണ്ടാമത്തെ കേസ് എന്താണ്? അപ്പോൾ എന്ത് കിട്ടിയ? 1/1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്താണ്? ഇക്വേഷൻ 1 ആണ് എങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത്? 2ലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇ ഓഫ് എസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതാം. സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഇൻറ്റു 1 മൈനസ് സി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. പുറത്ത് ആരോടെ ഉണ്ട്? ഒരു ജി ഓഫ് എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? പറഞ്ഞേ ചെയ്തു പറഞ്ഞത്. കിട്ടിയോ? ഇത് പറഞ്ഞേ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? പറഞ്ഞേ. എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പം നമ്മൾ ഇനിയും പറയുന്ന കുറച്ച് പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഇവിടെ നമ്മളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, നമുക്ക് മുമ്പത്തെ ഇക്വേഷൻ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് പറഞ്ഞ് ജി ഓഫ് എസ് ആയിരുന്നു. ഏത് കേസിലാണെന്നറിയോ? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ OLTFൽ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ വെറും ജി ഓഫ് എസ് മാത്രമായിരുന്നു. അത് നമ്മൾ മുമ്പ് കണ്ടായിരുന്നു, ശരിയല്ലേ? ഇവിടെ ജി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെറും ജി ഓഫ് എസ് ആണ്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ എന്തായി? ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. പറഞ്ഞത് ക്ലിയർ ആണോ? ഇവിടെ നമുക്ക് എത്തിയപ്പോൾ എന്തായി? ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഒരു ടേം കൂടെ വന്നു. ഈ ടേം ഉണ്ടല്ലോ, ഈ ടേമിനെ വിളിക്കുന്ന പേര് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ ആണ്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ഈ പറയുന്ന ടേമാണ് 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ്. ഇതിനെ വേറൊരു പേര് വിളിക്കാറുണ്ട്, ഡി ഫാക്ടർ. ഡി ഫാക്ടർ. ഈ ഡി ഫാക്ടർ എവിടെ വിളിക്കുന്നറിയോ? നമ്മുടെ അനലോഗ് ഇലക്ട്രോണിക്സിൽ നമ്മൾ ആംപ്ലിഫയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും, ഫീഡ്ബാക്ക് ആംപ്ലിഫയർ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും, ഇവിടെയും നമ്മൾ ചർച്ച ചെയ്യുന്ന അതേ പോയിന്റ് തന്നെയാണ്, ഡി ഫാക്ടർ എന്ന് പറയും. അവിടെ നമ്മൾ ഇക്വേഷൻ എന്താ പറയുന്നത് അറിയോ? 1 പ്ലസ് എ ബീറ്റ എന്ന് പറയും. ബീറ്റ എന്ന് പറയുന്ന ഫീഡ്ബാക്കും എ എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറുമാണ്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ജി ഓഫ് എസ് എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറും എച്ച് ഓഫ് എസ് എന്ന് പറയുന്ന ഫീഡ്ബാക്കും.
ക്ലിയർ ആകുന്നുണ്ടോ? അപ്പം നമ്മൾ ഇനിയും പറയുന്നത് കുറച്ച് പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡി ഫാക്ടർ എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം, എ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, ഗെയിൻ ആണ്. ബി എന്ന് പറയുന്നതും ഒരു ഗെയിൻ ആണ്, ഫീഡ്ബാക്ക്. ഇവിടെ എയും ബിയും അല്ല, നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ പറയുമ്പം ജി ഓഫ് എസും എച്ച് ഓഫ് എസും ഫോർവേഡ് പാത്ത് ഗെയിനും ഫീഡ്ബാക്ക് ഗെയിനും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു കാര്യം പറയാൻ പറ്റും, 1 + a β എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി, സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ചെയ്തപ്പം, അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ ക്ലോസ് ലൂപ്പ് യൂസ് ചെയ്തപ്പം നമ്മളുടെ ജി ഓഫ് എസ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ പറയും ഗെയിൻ എന്ത് ചെയ്തു? നമ്മൾ പറയുന്ന പേര് സാക്രിഫൈസ് ചെയ്തെന്ന് പറയും. ഗെയിൻ ഡിക്രീസ് ചെയ്തെന്നല്ല നമ്മൾ പറയുന്നത് സാക്രിഫൈസ് ചെയ്തു. ഈ സാക്രിഫൈസ് ചെയ്തെങ്കിൽ വി ആർ ഗെറ്റിംഗ് സംതിങ് ഫ്രം ദാറ്റ്. അപ്പോൾ ആ പറയുന്ന ഗെയിൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് വി ആർ ഗെറ്റിംഗ് ഫ്രം ദാറ്റ് ആണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മൾ പറഞ്ഞു വരും നോയ്സ് ഡിക്രീസ് ചെയ്യും. ഈ നോയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഈ പറഞ്ഞു വന്ന നമ്മുടെ സിസ്റ്റത്തിലുള്ള നോയ്സ് ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ പറയും എറർ കുറഞ്ഞു. നോയ്സ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ എറർ കുറഞ്ഞു. ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ ആണോ? ഈ എറർ കുറയുക എന്ന് പറഞ്ഞാൽ ആക്യുറസി ഇൻക്രീസ് ചെയ്യും. നോയ്സ് കുറഞ്ഞു. നാലാമതൊരു പോയിന്റിലൂടെ പറഞ്ഞുകൊണ്ട് സെൻസിറ്റിവിറ്റി എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്നറിയോ, നമ്മളുടെ ഗെയിൻ സാക്രിഫൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ജി ഓഫ് എസ് ആയിരുന്നു നമ്മുടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതിനെ നമ്മൾ എന്തോട്ട് ചെയ്തു? 1 + ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളഞ്ഞു. ഏത് വന്നപ്പം? ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വന്നപ്പോൾ. അങ്ങനെ സാക്രിഫൈസ് ഗെയിൻ കുറച്ചെങ്കിലും ആ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്തു, നോയ്സ് ഡിക്രീസ് ചെയ്തു, എറർ കുറഞ്ഞു, ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തു. ബാൻഡ് വിഡ്ത്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, അഡ്വാൻറ്റേജ് തന്നെയാണ്. ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന 2 സ്ഥലങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്ന സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തുമാത്രം സെൻസിറ്റീവാണ്, അത് എപ്പോഴും കുറഞ്ഞിരിക്കുന്നത് നല്ലത്. അപ്പോൾ ഇതും എന്താണ്? അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി സെൻസിറ്റിവിറ്റി കൂടിയിരിക്കണമെന്ന് പറയുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതെവിടെയാണെന്നറിയോ? നമ്മുടെ മെഷർമെൻറ്റ് സിസ്റ്റം. മെഷർമെൻറ്റ് ചെയ്യുന്ന എലമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയായിട്ട് വെച്ച് നോക്കുമ്പോൾ മെഷർ ചെയ്യുന്ന മെഷർമെൻറ്റ് സിസ്റ്റം മോർ സെൻസിറ്റീവ് ആയിരിക്കണം എന്ന് പറയും. അത് പക്ഷേ പറയുന്നത് വേറെ സെൻസിറ്റിവിറ്റിയാണ്. ക്ലിയർ ആകുന്നുണ്ട്? അല്ലാത്ത കേസിലെല്ലാം സെൻസിറ്റിവിറ്റി എന്നൊരു വേർഡ്, അത് നമ്മളിപ്പം അനലോഗിലാണേലും ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിലും നമ്മൾ ചർച്ച ചെയ്യുമ്പം ഡിസ്റ്റർബൻസ്, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സിസ്റ്റത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതാണ് അതിൻ്റെ സെൻസിറ്റിവിറ്റി പറയുന്നത്. അത് എപ്പോഴും എന്തായിരിക്കണം? സെൻസിറ്റീവ് ആയിരിക്കരുത്. സിസ്റ്റം ബിഹേവിയർ ചെയ്യുന്ന വേറെ ഒന്നും കയറി അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. ഏത് ചെയ്തപ്പം? ഫീഡ്ബാക്ക് വെച്ചപ്പം. ക്ലിയർ ആകുന്നുണ്ട്? നമ്മൾ നമ്മുടെ ഓപ്പാമ്പിൽ ഓർമ്മയുണ്ടോ? നമ്മൾ ഓപ്പാമ്പിൽ നമ്മൾ പറയുമ്പം നമ്മൾ പറഞ്ഞു എന്ത് ചെയ്തു? ഈ പറയുന്ന ഇത് VID, V പോസിറ്റീവ്, V നെഗറ്റീവ്. ഇവിടെ V0 ഉണ്ട്. V0 എന്ന് പറഞ്ഞാൽ എന്താണ്? AV × VID എന്നാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ്. VID എന്ന് പറഞ്ഞാൽ എന്താണ്? V + - V-. ഇതിൻ്റെ AV എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന എത്രയാണ്? ഐഡിയൽ കേസിൽ ഇൻഫൈനറ്റ് ആണെന്ന്. എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ ഓഫ് ദി ഐഡിയൽ ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ, ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫൈനിറ്റ് ആണ്. എന്നാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ ആരെ കണക്ട് ചെയ്യുന്നു? നമ്മളുടെ ഇവിടെ ഒരു RS അല്ലെങ്കിൽ RFനെ കൊണ്ട് കണക്ട് ചെയ്തു. RF കണക്ട് ചെയ്തു. ഇവിടെ നമ്മളൊരു R1 കണക്ട് ചെയ്തു. ഇവിടെ നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് കൊടുത്തു.
ഉദാഹരണം പറയുകയാണ്, ഇതെന്താണ് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഈ നെഗറ്റീവിൽ RF കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നെഗറ്റീവ് ഫീഡ്ബാക്കായി. RF കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായി? V0/V, ഇത് V ആണ്. V എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്, സോറി നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്, 1 + RF/R1. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൈറ്റ് ആണ്. കണ്ടോ, ഇൻഫൈനൈറ്റിൽ നിന്ന് ഫൈനൈറ്റിലോട്ട് മാറി. ഓപ്പാമ്പിന് ശരിക്കും ഉണ്ടായിരുന്ന ഗെയിൻ എന്തായിരുന്നു? ഇൻഫൈനൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു ഓപ്പൺ ലൂപ്പിൽ. ആ ഓപ്പൺ ലൂപ്പിലുള്ള ഓപ്പാമ്പിനെ പിടിച്ച് നമ്മൾ വെറും 1 + RF/R1 എന്ന് പറഞ്ഞൊരു ഫൈനൈറ്റ് വാല്യൂലോട്ട് കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? ഓപ്പാമ്പിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും, ഓപ്പാമ്പിൻ്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനും, ഓപ്പാമ്പിൻ്റെ ബാൻഡ് വിഡ്ത്ത് കൂട്ടാനും, ഓപ്പാമ്പിൻ്റെ എററുകൾ കുറയ്ക്കാനും. മനസ്സിലായി? അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ, ഇല്ലെങ്കിൽ ഇനിയും ഇതേ സിസ്റ്റം തന്നെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റയർ കാര്യങ്ങൾ നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നുണ്ട്. അതും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ സിസ്റ്റത്തിൽ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, സിസ്റ്റത്തിൻ്റെ ഗെയിൻ കുറച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് എല്ലാം കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെയാണ്. ഈ ലോകത്ത് നമ്മൾ എന്തുമാത്രമേ കൊടുക്കുകയുള്ളൂ? നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയുള്ളൂ. ക്ലിയർ ആണ്? അതിന് നമ്മളിപ്പോൾ ഉദാഹരണം പറയുന്നതെന്നറിയോ, നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചോണ്ട് പോവാണ്. വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് മുന്നിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്താൽ നമുക്കറിയാം എന്ത് ചെയ്യും? നമ്മൾ ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫീഡ്ബാക്ക് കൊടുക്കും, അത് ഇതേ വണ്ടി മുന്നിലുണ്ട്, പതുക്കെ സ്പീഡ് കുറയ്ക്കണം. അല്ല, എനിക്ക് ഇങ്ങനെ ഫീഡ്ബാക്ക് ഒന്നുമില്ല, പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു, വീണ്ടും ഞാൻ പറയുന്നു കൂട്ടിക്കോ, വീണ്ടും കൂട്ടുന്നു, വീണ്ടും കൂട്ടിക്കോ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാണ്. ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ചെറിയ വാല്യൂടെ എടുത്ത് ആഡ് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെ ഇൻക്രീസ് ചെയ്താൽ ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യില്ല. ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെല്ലാം ഒരു നിർബന്ധമുണ്ട്. അത് ഭഗവാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. എന്താണ്? കുറഞ്ഞു കുറഞ്ഞു വരണം. അത് നമ്മുടെ ജീവിതത്തിൽ പോലും ഉണ്ട്. ശരിയല്ലേ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്നാ പറയുന്നത്, 20-ാം വയസ്സിൽ ജീവിച്ചവരാണ് 50-ാം വയസ്സിൽ ജീവിക്കുന്നത്, 50-ാം വയസ്സിൽ ജീവിച്ചവരാണ് 70-ാം വയസ്സിൽ ജീവിക്കുന്നത്. അത് സീസ് ചെയ്ത് നമ്മളങ്ങ് ഇല്ലാതാകുക. ശരിയല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തുള്ള സിസ്റ്റത്തിനെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ കാണും. അത് ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടെ ചെല്ലുമ്പോൾ കൺട്രോൾ സിസ്റ്റത്തിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എന്തായിരിക്കും ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇങ്ങനെ ആയിരിക്കും. അല്ലാത്ത സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യില്ല. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നൊരു മുട്ട കഴിച്ചു, നാളെ വീണ്ടും ഒരു മുട്ട കൂട്ടി കഴിച്ചു, 3 മുട്ട 4 മുട്ട 5 മുട്ട, ചിലപ്പം ഒത്തിരി മുട്ട കഴിക്കാൻ ആളുണ്ടാവില്ലെന്ന് വരും. ശരിയല്ലേ? അങ്ങനെ ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യില്ല. ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോൾ പഠിക്കും, നമ്മൾ സ്റ്റെബിലിറ്റി ചെല്ലുമ്പോൾ പഠിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്നു ചോദിച്ചാൽ, നെഗറ്റീവ് ഫീഡ്ബാക്ക് മാത്രമേ ഉള്ളൂ സിസ്റ്റത്തിൽ, അല്ലാത്ത സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാം, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളൊരു സർക്യൂട്ട് ഉണ്ട്. ആരാണത്? പറയാമോ ആർക്കെങ്കിലും? പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള സർക്യൂട്ട്. ജോഹാനെ, ജീവൻ, ലിയാന കേൾക്കുന്നുണ്ടോ? സോജ, അനിത, ആർദ്ര, അൻസിയ കേൾക്കുന്നുണ്ടോ? ജാസിം, അനാമിക, രേഷ്മ പറഞ്ഞേ. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള സർക്യൂട്ട്. ഗോകുലെ, പത്മാവതി പറഞ്ഞേ. ബാസിലെ, തൻസി, അശ്വിനെ, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള സർക്യൂട്ട് ഏതാണ്? ഓസിലേറ്റർ. യെസ്, ഓഫ് കോഴ്സ്, ഓസിലേറ്റർ. ഈ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എപ്പോഴും സസ്റ്റെയിൻഡ് ഓസിലേഷൻ തരുന്ന ഒരു സിസ്റ്റമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള റൂൾസ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ സസ്റ്റെയിൻഡ് ഓസിലേഷൻ തരുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇൻപുട്ട് ഇല്ല ആ സിസ്റ്റത്തിൽ. ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് വീണ്ടും ഇൻപുട്ടായിട്ട് കൊടുക്കുക ചെയ്യുന്നത്, അത് പോസിറ്റീവായിട്ട് അങ്ങനെ കൊടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഓസിലേറ്റർ. അത് കാര്യങ്ങളെല്ലാം നിങ്ങൾ എവിടെ ചെന്ന് പഠിക്കും? ബാർ ഹുസൻ റൂൾ വെച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇതൊന്നും നമ്മളിവിടെ പറയില്ല. നമ്മുടെ ചർച്ചയെല്ലാം എവിടെ ചെല്ലും പഠിക്കും? നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ പഠിക്കുന്ന സമയത്ത് പഠിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ആ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള ഒരു സിസ്റ്റത്തിൽ എന്തില്ല? ഈ പറയുന്ന 1 - A β എന്നൊരു ഇക്വേഷൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ നമുക്ക് 1 + A β വരെ 1 - A β ആയിരിക്കും വരുന്നത്. അതിനും പക്ഷേ കണ്ടീഷൻസ് ഒത്തിരി ഉണ്ട്, ബാർ ഹുസൈൻ റൂൾ വെച്ചിട്ട്. അതൊക്കെ അവിടെ ചിലവ് പഠിച്ചോളൂ. അപ്പോൾ എനിവേ നമ്മൾ പറഞ്ഞു വരുന്ന ഔട്ട്പുട്ട് നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ഒരു ചെറിയ പോയിന്റിലൂടെ പറയാം. നമ്മളുടെ ഈ പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ, ഏത് കാര്യങ്ങൾ?
ഏതൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞാലും നമ്മളുടെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നല്ലതാണ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനേക്കാൾ. ക്ലിയർ ആകുന്നുണ്ടോ? എൻ്റെ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും ക്ലോസ് ലൂപ്പിനെ കുറിച്ച് മാത്രമാണ്. പക്ഷേ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ആർക്കുണ്ടെന്നറിയോ? നമ്മളുടെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ നമ്മൾ എൻ്റെ കൺട്രോൾ സിസ്റ്റത്തിൽ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചാണ് പഠിക്കുന്നതെങ്കിലും നമ്മൾ വി ആർ നോട്ട് കൺസേൺ അബൌട്ട് ഓപ്പൺ ലൂപ്പ്. അതിന് കാരണമുണ്ട്. എന്താണെന്നറിയോ? ഒരു സിസ്റ്റത്തിലോട്ട് ഒരു ഇൻപുട്ട് കൊടുത്തു, അതിനെ ഒരു ഗെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടി. ഇതിന് വലിയ കൺട്രോൾ സിസ്റ്റം ഒന്നും ആവശ്യമില്ല. കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വരുന്ന എപ്പോഴാണെന്നറിയോ? ഫീഡ്ബാക്ക് ഉള്ള സിസ്റ്റം. വി വിൽ കൺട്രോൾ, വി വിൽ പ്രഡിക്റ്റ്, വി വിൽ ഡു, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം നമുക്കറിയണം. അപ്പം കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓർത്തു നമ്മൾ ക്ലോസ് ലൂപ്പിനെ കുറിച്ച് ചർച്ച. ഇനിയും വാട്ട് ആർ ദ എന്ന് പറയേണ്ട, വാട്ട് ഈസ് ദ, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എക്സ്ട്രാ പറയാൻ ആർക്ക് വേണ്ടി? നമ്മൾ ഇത്രയേരം ഓപ്പൺ ലൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു അഡ്വാൻറ്റേജ് പറയാനില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ടെൻഡൻസി ടു ഓസിലേറ്റ് ഇല്ല, ഓസിലേഷൻ ആർക്കില്ല? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഓസിലേഷൻ ഇല്ല. ഇതിന് കാരണം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്നാ കാരണം? എടാ, നമ്മളൊരു ഇൻപുട്ട് കോൺസ്റ്റന്റ് കൊടുത്തു, അതിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഔട്ട്പുട്ട് കിട്ടി. ഇതിൻ്റെ അകത്ത് ഇവിടെ ഓസിലേഷൻ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന സമയത്ത് യവൻ തിരിച്ചു വന്നു. ആര് വന്നു? ഈ പറഞ്ഞു വന്ന് നമ്മളുടെ കൺട്രോൾ സിസ്റ്റത്തിലെ നമ്മളുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് തിരിച്ചു വന്നു. അതും ഇതുകൂടെ മൈനസ് ചെയ്തു, എന്നിട്ട് ഒരു കോൺസ്റ്റന്റ് വാല്യൂ റീച്ച് ചെയ്യുന്നത്. അത് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പഠിക്കും. അപ്പോൾ ആ കോൺസ്റ്റന്റ് വാല്യൂ റീച്ച് ചെയ്യാൻ വേണ്ടി ഈ ഐട്രേഷൻ നടക്കുന്നുണ്ട്. വീണ്ടും ഇത് വന്നു, അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന വാല്യൂ കുറഞ്ഞു. കാരണം നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന വാല്യൂ ഇതിനെ കുറയ്ക്കുക ചെയ്യുന്നത്, ഇൻപുട്ടിനെ കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞു വന്ന് നിൽക്കുക ചെയ്യുന്നത്. ആക്ച്വലി പറഞ്ഞാൽ എറർ സിഗ്നൽ ഇല്ലാതെ വരും. അപ്പോൾ ഔട്ട്പുട്ട് എറർ സിഗ്നൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നിൽക്കും, അത് വേരി ചെയ്യില്ല. എന്തുകൊണ്ട്? ഔട്ട്പുട്ടിൽ നിന്ന് വാല്യൂ വരുന്നത് ഇതും എല്ലാം കൂടെ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് എത്തുന്നിടം വരെ ഒരു ഓസിലേഷന് ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പം അഡ്വാൻറ്റേജ് ഓഫ് ദി ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണം പറയാനാണെങ്കിൽ എന്താണ്? ഓസിലേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ഔട്ട്പുട്ട് എന്ന് പറയും. ഈ സ്റ്റേബിൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കരുത് സ്റ്റെബിലിറ്റിയാണ്. സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അല്ല വി ആർ നോട്ട് ടോക്കിംഗ്. സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എപ്പോഴും കൂടുതൽ ആർക്കേ വരുള്ളൂ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം തന്നെയാണ്. ഔട്ട്പുട്ടിൻ്റെ ഓസിലേഷൻ കുറവായതുകൊണ്ട് നമ്മൾ പറയും സ്റ്റേബിൾ ഔട്ട്പുട്ടാണെന്ന്. പിന്നെ നമ്മൾ പറയും റെസ്പോൺസ് ഹൈ ആണ്, സ്പീഡ് ഹൈ ആണ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയും ഈ പറയുന്ന സ്ലോ റെസ്പോൺസ് ആണ്. അത് തിരിച്ചു പറയുമ്പോൾ നെഗറ്റീവ് ആയല്ലോ. സ്ലോ റെസ്പോൺസ് ആണ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. അതിന് കാരണം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടിയെടുക്കാനായിട്ട് ഒരു ഇച്ചിരി ടൈം എടുക്കും. ഇത് ഓസിലേറ്റ് ഔട്ട്പുട്ടിലെത്തി റീച്ച് ചെയ്യാനായിട്ട് സമയം എടുക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു നെഗറ്റീവായിട്ട് ആരെക്കുറിച്ച് നമുക്ക് പറ്റി പറയാനൊരു കാര്യമുണ്ട്, ഗെയിൻ സാക്രിഫിസ് ഉണ്ട്. ഇറ്റ്സ് ഒബ്വിയസ്ലി അത് ഒരു നെഗറ്റീവ് ആണെന്ന് ചോദിച്ചാൽ അത് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്റ്റെബിലിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ചെയ്ത് കിട്ടുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കിൽ. പക്ഷേ ആസ് കമ്പയർ ടു ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ് ലൂപ്പ് രണ്ട് പോയിന്റുകൾ വേണം ജസ്റ്റ് പറയാം. എന്താണ്? ഓസിലേഷൻ ഔട്ട്പുട്ടിനില്ല ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ പറയാം, വേണമെങ്കിൽ പറയാം. പക്ഷേ വി ആർ നോട്ട് കൺസേൺ അബൌട്ട് എന്താ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. പിന്നെ സ്ലോ റെസ്പോൺസ് ആണ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇവിടം വരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? പറഞ്ഞ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ബാസിലെ, കരിഷ്മ, ഗോകുലെ, പത്മാവതി ഓക്കെ അല്ലേ? ആര്യ, അശ്വിന്, തൻസി, ജീവൻ, ലിയാന, അൻസിയ, ആർദ്ര കേൾക്കുന്നില്ലേ? പറഞ്ഞ് എല്ലാവരും കേൾക്കുന്നില്ലേ? ആർദ്ര, അനിത, സോജ, അനാമിക, ജാസ്മിനെ കേൾക്കുന്നുണ്ടല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണല്ലേ?
ബാൻഡ് വിഡ്ത്ത് പറഞ്ഞു ഗോകുലെ. ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ പറയും ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. അതിന് കാരണം എന്താണെന്നറിയോ? അതുകൂടെ വേണേൽ പറഞ്ഞേക്കാൻ ജസ്റ്റ്. ഗെയിൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ കേസിൽ കോൺസ്റ്റന്റ്. ഗെയിൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പം നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഗെയിൻ സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ ഒബ്വിയസ്ലി അതേ വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ആ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാം. എല്ലാം ഇൻക്രീസ് ചെയ്യുന്നത് 1 + a ബീറ്റ എന്ന് പറഞ്ഞ ടേം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡി ഫാക്ടർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ക്യാരക്ടർ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഗെയിൻ സാക്രിഫൈസ് ചെയ്ത് അല്ലെങ്കിൽ ഗെയിൻ കുറച്ചത് ഡി ഫാക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ക്യാരക്ടർ ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ g(1 + g(h)(f) ആണ്. ആ 1 + g(h)(f) ആണ് ക്യാരക്ടർ ഇക്വേഷൻ. അത് വെച്ചാണ് കുറച്ചതെങ്കിൽ അതേ മാനദണ്ഡത്തിൽ തന്നെയാണ് ബാക്കിയുള്ളവരെല്ലാം കൂടുന്നത്. എല്ലാവർക്കും ഓക്കെയാണ്? എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കൺട്രോൾ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. എവിടെയൊക്കെ പഠിക്കാനുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് പറഞ്ഞു. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറഞ്ഞു. അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. വൈ വി ആർ ഗോയിങ് ഫോർ എ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറഞ്ഞു. അഡ്വാൻറ്റേജ് ഓഫ് ദി ഓപ്പൺ ലൂപ്പും പറഞ്ഞു. ഇനി ബാക്കിയുള്ള കഥ നാളെ പറയാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ. എല്ലാവർക്കും ഓക്കെ അല്ലേ? പറഞ്ഞു എല്ലാവർക്കും ഓക്കെ അല്ലേ? ജാസ്മിനെ, അനാമിക, സോജ, അനിത കേൾക്കുന്നുണ്ടല്ലോ? ആർദ്ര, എല്ലാവർക്കും. അൻസിയ, ലിയാന, ജീവനെ, തൻസിയ, അശ്വിൻ, ആര്യ, പത്മാവതി, ഗോകുലെ, ബാസിലെ പറഞ്ഞു. കരിഷ്മ ഓക്കെ അല്ലേ? ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു. Thank you. Take care.